ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ? ശ്രീറാം സാർ, ഐ ആം ഓഡിബിൾ അല്ലേ? അതെ അതെ. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട് നൗ. അവർ ഓൾ പാനലിസ്റ്റ് ഹിയർ. സോ യാ, കേരളത്തില് നമ്മൾ ഇപ്പൊ നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹീറ്റ് വേവിനെ കുറിച്ചാണ്. കേരളത്തിൽ കഴിഞ്ഞ നമ്മൾ 4-5 കൊല്ലം മുമ്പേ എടുത്താൽ ഹീറ്റ് വേവിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരുന്നില്ല. ഹീറ്റ് വേവ് കേൾക്കുമ്പോൾ പൊതുവെ നോർത്ത് വെസ്റ്റ് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക, എന്ത് ഹീറ്റ് വേവ്, ഉഷ്ണതരംഗം എന്നൊക്കെ പറയുമ്പോൾ. എന്നാൽ ലാസ്റ്റ് ഇയർ 2024 ഏപ്രിൽ 25 മുതൽ 27 വരെ പാലക്കാട് ആണെന്ന് തോന്നുന്നു കേരളത്തിൽ ഹീറ്റ് വേവ് റിപ്പോർട്ട് ചെയ്തു. ഹീറ്റ് വേവ് റിപ്പോർട്ട് ചെയ്തത് മാത്രമല്ല, 2 മരണവും ഹീറ്റ് സ്ട്രോക്കും മൂലം 2024 കേരളത്തിലുണ്ടായി. സോ അതുകൂടാതെ തന്നെ 2025 നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത് ഈ IMDയുടെ മന്ത്ലി ഔട്ട്ലുക്ക് പ്രകാരം ബിലോ നോർമൽ ടെമ്പറേച്ചർ ആണ് അവർ പ്രെഡിക്ട് ചെയ്തിരുന്നെങ്കിലും നിലവിൽ തന്നെ കേരളത്തില് എബോ നോർമൽ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ ആണ് ഇപ്പൊ തന്നെ അവസ്ഥ. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ ദിസ് സെഷൻ. നമ്മളുടെ ഇന്ന് നമുക്കൊപ്പം KSDM എന്നും പല പല ഫീൽഡിൽ നിന്നുള്ള പല ആളുകൾ ഈ ഹീറ്റ് വേവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമുക്കൊപ്പം ചേർത്തിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം ഹിയർ ഓൺവേർഡ്സ് ഐ എം ഹാൻഡഡ് ഓവർ ടു മിസ്റ്റർ ശ്രീറാം. നിലവിൽ അദ്ദേഹം UNDP-യിലെ അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രൊജക്ട് വർക്ക് ചെയ്യാണ്, പ്രോഗ്രാം അസോസിയേറ്റ് വർക്ക് ചെയ്യാണ്. സോ യാ, ശ്രീറാം സാർ, യു ക്യാൻ ഹാൻഡ് ഇറ്റ് ഓഫ് ഹിയർ ഓൾസോ. താങ്ക് യു വിഷ്ണു. നമസ്കാരം എല്ലാവർക്കും. എല്ലാവരും ഫുഡ് കഴിച്ചിരിക്കുന്ന സമയമാണെന്നറിയാം. നമ്മൾ ഒരു നീണ്ടമായ ഒരു വേനൽക്കാലത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമസ്കാരം. നിങ്ങളെല്ലാവരെയും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ചൂടും ഉഷ്ണതരംഗവും പ്രതിരോധിക്കലും എന്നുള്ള വിഷയത്തിൽ അതിൻ്റെ വെല്ലുവിളികളും വിവിധമായ തന്ത്രങ്ങളും എന്തൊക്കെയാണ് ആവിഷ്കരിക്കാൻ പറ്റുക എന്നുള്ള പ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് സംവദിക്കുന്ന ഈ സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ശ്രീറാം. ഞാൻ UNDP ചെന്നൈയിലെ ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. ഈ ചർച്ചയുടെ മോഡറേറ്ററുമായി പ്രവർത്തിക്കുകയാണ്. സ്ഫിയർ ഇന്ത്യ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMയും ചേർന്നാണ് ഈ സെഷൻ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ കൂടി വരുന്ന ചൂടും ഉഷ്ണതരംഗങ്ങളും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ സെഷനിലൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2024 ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഗുരുതരമായ ചൂടും ഉഷ്ണതരംഗങ്ങളും നേരിട്ടിരുന്നു. പലയിടങ്ങളിലും താപനില 40 ഡിഗ്രിക്ക് മുകളിൽ പോവുകയും അതിൻ്റെ ആഘാതം, അതുമൂലമുണ്ടാകുന്ന വെള്ളക്ഷാമം, ആരോഗ്യ പ്രശ്നങ്ങൾ, ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ തടസ്സം തുടങ്ങി നിരവധി രംഗങ്ങളിൽ പ്രത്യക്ഷമായിരുന്നു. വേനലിൻ്റെ കടുപ്പം 2025 വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ അതിജീവനത്തിനായുള്ള തയ്യാറെടുപ്പ് തന്ത്രങ്ങൾ കൂടി ശക്തിപ്പെടുത്തേണ്ടതാണ്. നമ്മൾ മനുഷ്യരാശിയുടെ ഇതെടുക്കുമ്പോൾ 2024 മുന്നും 2024 പിന്നും എന്നുള്ള ഒരു വാട്ടർഷെഡ് ഇയർ ആയിട്ടാണ് നമ്മൾ 2024 കാണുന്നത് നമ്മൾ ചൂടിനെ സംബന്ധിച്ച്. കാരണം 2024 ആദ്യമായിട്ട് മനുഷ്യരാശിയിൽ ഒരു -1+1 എന്ന് പറയുന്ന ഒരു കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയുടെയും ഇടയിൽ നിന്നും +1 മുകളിൽ പോയ ആദ്യ വർഷമാണ് 2024. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിൽ വളരെ പ്രധാനമായ ഒരു വർഷമായിട്ട് നമ്മളിതിനെ കരുതുന്നു. വേനലിൻ്റെ കടുപ്പവും 2025 വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അതിജീവനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ, തന്ത്രങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ചർച്ചയിൽ വിവിധ മേഖലകളിൽ പ്രമുഖരായ വിദഗ്ധർ നമ്മുടെ കൂടെയുണ്ട്. ചൂടിനെക്കുറിച്ചും ഉഷ്ണതരംഗത്തെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാവുന്ന വൈവിധ്യമാർന്ന ആശയങ്ങളെക്കുറിച്ചും അവരുടെ ആശയങ്ങളും പഠനങ്ങളുമായിരിക്കും ഇന്നത്തെ ഇതിൽ പങ്കുവെക്കുന്നത്. നമുക്ക് ഈ സെഷൻ മലയാളത്തിലായിരിക്കും. മലയാളത്തിലാണ് മുന്നോട്ട് പോകാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സ്ലൈഡുകൾ ഇംഗ്ലീഷിലായിരിക്കും. The slides will be in English, but then the entire session will be progressing in Malayalam. If any of you face any difficulties in understanding or following this up,
kindly message so that we can explore more on the text chat box. Yeah. സോ ആദ്യ പ്രഭാഷണമായി ഉഷ്ണതരംഗങ്ങളുടെ പ്രവണതകളും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളും എന്ന വിഷയത്തിൽ ഫഹദ് മർസൂഖ്, കേരള SDMA സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹസാഡ് അനലിസ്റ്റായി കഴിഞ്ഞ 6-7 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന ഫഹദ് മർസൂഖിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫഹദിനെ കുറിച്ച് 2 വാക്കുകൾ ഞാൻ പറയുന്നു. ഫഹദ് കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയം മുതൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി പ്രത്യേകിച്ച് ലൈറ്റ്നിങ് ആക്ഷൻ പ്ലാൻ, സ്റ്റേറ്റ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്നിവയിൽ പ്രധാനമായ ഒരു ഓതറും കൂടിയാണ്. അവിടെ ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ഡോക്യുമെൻ്റ് എല്ലാ വർഷവും പുറത്തിറങ്ങാറുണ്ട്. അതിൻ്റെ ഓതറും കൂടിയാണ് ഇദ്ദേഹം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങളും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ 2018 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്തും 150-ൽ പരം ലെക്ചറുകളും ട്രെയിനിങ് സെഷനും എടുത്ത് പ്രവർത്തിച്ചു വരികയാണ്. ശ്രീ ഫഹദ് മർസൂഖിനെ, എൻ്റെ പ്രിയ സുഹൃത്തായ ഫഹദിനെ ഞാൻ ക്ഷണിക്കുന്നു ആദ്യ സെഷനായി. ഫഹദ്. സാർ ഒരു മിനിറ്റ്, ഫഹദ്ക്ക് ഒരു ടെക്നിക്കൽ ഒരു പ്രശ്നമുണ്ട്. ഒരു 2 മിനിറ്റ് ജോയിൻ ചെയ്യും. ഓക്കെ. ഇത് കൂടാതെ നമ്മുടെ ഇന്നത്തെ ഇതിൽ ഞാൻ ജസ്റ്റ് പേരുകൾ പറഞ്ഞു പോകാം. ശ്രീ വിജീഷ് നമ്മുടെ മീറ്റിങ്ങിലുണ്ട്. ഇദ്ദേഹമായിരിക്കും വേറൊരു സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണലാണ്. കഴിഞ്ഞ 12 വർഷമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും അല്ലാതെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലും കമ്മ്യൂണിറ്റി ബേസ്ഡ് ചൈൽഡ് കെയർ ആക്ടിവിറ്റീസിലും സ്ഫിയർ ഇന്ത്യയുടെ തന്നെ ഇൻ്റർ ഏജൻസി കോർഡിനേഷനും അർബൻ റിസ്ക് റിഡക്ഷൻ പ്രോജക്റ്റുകളിലും പ്രപ്പോസലുകളും ഇംപ്ലിമെൻറ്റേഷൻ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ വിജീഷ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള രംഗത്തിൽ കുറേ അധികം കാലമായി 15 വർഷത്തിൽ കൂടുതലായി ഈ രംഗത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത് കൂടാതെ നമ്മുടെ ഇതിൽ സിൽജോ ADRA എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹം ഒരു ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് DRR ടീമിലാണ് പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹവും ദുരന്ത നിവാരണവും ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ, കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടും എമർജൻസി കോർഡിനേഷൻ, റിസർച്ചും കപ്പാസിറ്റി ബിൽഡിങ്ങും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇദ്ദേഹം ഡൈവേഴ്സ് ക്ലൈമാറ്റിക് സോൺസ് അതിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ആക്ഷൻ എന്നുള്ള സ്പെസിഫിക്കലി ഹീറ്റ് വേവ്സിൽ ആണ് പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായി. ഇദ്ദേഹം NDMA ആയിട്ടും ICAR എന്ന് പറയുന്ന ഇതുമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനമായി പക്ഷേ ഈ മീറ്റിങ്ങിൽ വളരെ ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്ന ആനി ജോർജ് മാഡം ഉണ്ട്. ആനി ജോർജ് മാഡം കഴിഞ്ഞ 35 വർഷമായി അവരുടെ സുനാമിയുടെ കാലം മുതൽ സൗത്ത് ഈസ്റ്റ് 2004 സുനാമിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആനി മാഡം ആക്ച്വലി ബെഡ് റോക്ക് എന്ന് പറയുന്ന സ്ഥാപകയും കൂടിയാണ്. ഒരു കടലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ സ്ഥാപകയും കൂടിയാണ്. കുറേ കാലമായി PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് പ്രവർത്തനങ്ങളുമായും ഇപ്പോഴും സ്വന്തം സ്ഥാപനത്തിൽ കൂടാതെ UNDP-യിലും മറ്റ് UN ഏജൻസികളിലും ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും PDNA പ്രവർത്തനങ്ങളും പല ഇങ്ങനത്തെ സന്ദർഭങ്ങളിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസും നൽകുന്നതും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള വൾണറബിൾ ചേഞ്ചസ് കൊണ്ടുവരാനും വൾണറബിൾ കമ്മ്യൂണിറ്റീസിനിടയിൽ പ്രവർത്തിക്കാനും ജെൻഡർ ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നു. ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും 2004 സുനാമി, കോസി, നർഗസ് ഫ്ലഡ്സ്, സൈക്ലോൺ സിവാൻ, ഫൈലിൻ, ഉത്തരാഖണ്ഡ്, അങ്ങനെ നമുക്ക് ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ്. ഈ റീസെൻ്റ് 2018-21 ആസാം ഫ്ലഡ്സ്, മണിപ്പൂർ ഫ്ലഡ്സ് എന്ന് തുടങ്ങി ഒരുവിധം ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളിലും ഒരു മേജർ റോൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഫഹദ് വീണ്ടും ഞാൻ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫഹദിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ആദ്യ പ്രഭാഷണത്തിനായി. ശ്രീ ഫഹദ്. ഫഹദ് കേൾക്കാമോ? നമസ്കാരം. ഹലോ.
കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഫഹദ്. ഇപ്പോൾ കാണാം ഫഹദ്. ശ്രീ ഫഹദ്. ഫഹദ് ഓഡിയോ ആണോ നിങ്ങൾ? ഹലോ, കേൾക്കാം ഫഹദ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സോറി, ഞാൻ ഇരുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. സ്ഥലം മാറി എടുക്കേണ്ടി വന്നു. സോറി. കാണാം. ഇപ്പോൾ കാണാം. ആദ്യ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഞാനൊരു ചെറിയ പ്രസന്റേഷൻ ഉണ്ട്, അതുകൂടി വെച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. വിഷ്ണു, ആ പ്രസന്റേഷൻ ഒന്ന് ലോഡ് ചെയ്യാമോ? ഓക്കെ, ഞാൻ ശരി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ മുഖമാണ് കാണുന്നത്, ബാക്കിയുള്ള ആളുകൾ അറിയത്തില്ല. എന്തായാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഫഹദ് മർസൂഖ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഹസാർഡ് അനലിസ്റ്റ് ആണ്. ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ആദ്യം ഇതിലൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഹീറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ശരിക്കും കേരളത്തിൽ ഫെബ്രുവരി മാസത്തിൽ നമ്മളൊരു സപ്പോസ് ടു ബി ഇൻ വിന്റർ സീസൺ ആണ് ഇരിക്കേണ്ടത്. നമ്മുടെ തണുപ്പ് കാലം വിട്ടുമാറേണ്ടത് ഒരു സമയമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ വർഷം, നമ്മൾ ഈ സമയത്ത് തന്നെ ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം തുടക്കത്തിൽ തന്നെ നമ്മൾ ഹീറ്റിനെ കുറിച്ച് വലിയ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചൂടിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതൊരു ലോക്കൽ ഇഷ്യൂ അല്ല, ഒരു ഗ്ലോബൽ പ്രശ്നമാണ്. 2024 ലോക ചരിത്രത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ചൂടേറിയ വർഷമെന്നാണ് വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. എല്ലാ ലോകത്ത് ഇന്റർനാഷണലി ഗ്ലോബൽ ടെമ്പറേച്ചർ ഡാറ്റ നോക്കുന്ന 6 ഡാറ്റ സെറ്റ്സും അത് തന്നെയാണ് പറയുന്നത്. ഒരു അഭിപ്രായമാണ് അക്കാര്യത്തിലുള്ളത്. നമ്മുടെ പ്രീ ഇൻഡസ്ട്രിയൽ എറ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ 2100 കൂടി, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കോൺഫറൻസുകളും സ്റ്റേറ്റ്മെന്റുകളും AR6 ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും 2050 ആകുമ്പോൾ എന്ത് സംഭവിക്കും, 2100 ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ പ്രൊജക്ഷൻസ് ഒക്കെ നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും നമ്മൾ ഞെട്ടിയിരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ 1.5 എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്ക് അച്ചീവ് ചെയ്യുക. അത് നമ്മൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 10 വർഷം മുന്നേ, ഒരു 15 വർഷം മുന്നേ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 2100 കൂടി, 2050 കൂടി മാത്രം നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടെമ്പറേച്ചർ ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ആണ് ഈ പറയുന്ന 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന പ്രീ ഇൻഡസ്ട്രിയൽ എറയെ അപേക്ഷിച്ച് 1.5 ഡിഗ്രി സെൽഷ്യസ് എബോ എന്ന് പറയുന്ന ടെമ്പറേച്ചർ, ഗ്ലോബൽ ടെമ്പറേച്ചർ എത്തുകയാണ്. പക്ഷെ അത് നമ്മൾ 2024 തന്നെ ക്രോസ് ചെയ്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമുക്ക് ക്രോസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. എൻ്റെ ഈ PPT പോലും ആക്ച്വലി ഞാൻ ഈ PPT ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗികമായി മാത്രമേ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. 2023 ഇതേ സ്ലൈഡ് തന്നെ ഞാൻ എൻ്റെ പ്രസന്റേഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പങ്കെടുത്ത ചർച്ചകളിലെല്ലാം ഇതേ സ്ലൈഡ് തന്നെ കാണിച്ചു. 2023 അതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു.
2024 എത്തിയപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 25 സംസാരിക്കുമ്പോൾ 24 അതുപോലെ ചൂടേറിയ, അതായത് 23 റെക്കോർഡ് 24 ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു 10 വർഷം നോക്കിയാൽ 2015 മുതൽ 25 വരെ ഉള്ള വർഷങ്ങൾ നോക്കുമ്പോൾ എല്ലാ വർഷവും തൊട്ട് മുന്നത്തെ വർഷത്തേക്കാൾ ചൂടേറിയ വർഷങ്ങളായിട്ടാണ് ഗ്ലോബൽ ടെമ്പറേച്ചർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് ചൂടേറിയ വർഷമാകുന്നു. നമ്മൾ കഴിഞ്ഞ ഓരോ ഡെക്കേഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ഗ്ലോബലി ചൂടേറിയ വർഷങ്ങളാവും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ വിഷയത്തിലേക്ക് ലോക്കലി ഞാൻ വരാം. ഇതൊരു ഗ്ലോബൽ പ്രശ്നമാണ്. അതിൻ്റെ അകത്ത് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിയാൽ ലോങ് ടേം ടെമ്പറേച്ചർ ഗോൾ ഓഫ് ദി പാരീസ് അഗ്രിമെന്റ് നോട്ട്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചതിന് ശേഷം ഒരുപക്ഷെ WHO അല്ലെങ്കിൽ WMO വീണ്ടും റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഗ്ലോബൽ ഡിസ്കഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പാരീസ് അഗ്രിമെന്റ് ഒക്കെ ഓൾമോസ്റ്റ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കേണ്ടുന്ന ഒരു പാർട്ടി ആയിട്ടുള്ള US ഓൾറെഡി അതിൻ്റെ അകത്തുനിന്ന് ഏറെക്കുറെ പോയ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഗ്ലോബൽ പൊളിറ്റിക്കൽ സിനാരിയോ അതാണ്. കൂടുതൽ തീവ്രമായിട്ട് എമിഷൻസ് നടക്കുമെന്നാണ് ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത കുറച്ച് വർഷങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അടുത്ത വർഷങ്ങൾ കൂടുതൽ വേഴ്സർ ആയിട്ടുള്ള സിനാരിയോസ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കടക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോയി. ഈ ചൂടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുകാർക്ക് എന്താണ് ഇതിലെ റോൾ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം പറയുന്നത്. ചൂട് അടുത്തതിലേക്ക് പോയിക്കോളും. ചൂട് എന്താ, നമ്മുടെ ബിസിനസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ അടുത്ത 2023 നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുത്ത ഒരു വലിയ ഇവന്റ്, മഹാരാഷ്ട്രയിൽ നടന്നൊരു വലിയ ഇവന്റിൽ സംഭവിച്ച ആ ഇവന്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് സെറിമണി ആയിരുന്നു. ആ അവാർഡ് ഗിവിംഗ് ഫംഗ്ഷന്റെ പിറ്റേ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവാർഡ് കൊടുത്ത ആളുകളുടെ ഫോട്ടോ വരും പത്രത്തിൽ എന്നാണെങ്കിൽ, യഥാർത്ഥത്തിൽ അന്ന് അവിടെ പത്രത്തിൽ ഫോട്ടോ വന്നത് ആ പരിപാടിക്ക് വന്ന സാധാരണക്കാരായ മനുഷ്യർ, ഒരുപാട് ആളുകൾ ചൂട് മൂലം മരണപ്പെടുകയും ധാരാളം ആളുകൾ ആശുപത്രിയിൽ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തോടു കൂടിയാണ്. വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു വലിയ മാസ് ആയിട്ടുള്ള ഒരു മരണം, അല്ലെങ്കിൽ ഒരു വലിയ സംഖ്യ ആളുകൾ ഒരുമിച്ച് ചൂട് മൂലം മരണപ്പെട്ട ഒരു ഇവന്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തേക്ക് പോകും. ബേസിക്കലി ഹീറ്റിന്റെ മെയിൻ പ്രശ്നം, ഹീറ്റ് നമ്മൾ വലിയ രീതിയിൽ ഗ്ലോബലിയും ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഹീറ്റ് ടെമ്പറേച്ചർ കൂടുന്നതാണ്, ആഗോളതാപനം, അത് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ ഹീറ്റ് ഡയറക്റ്റ്ലി മനുഷ്യരെ കൊല്ലും എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് 2003 യൂറോപ്പിൽ ഉണ്ടായ ഒരു ഹീറ്റ് വേവുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പ്രളയം, ഉരുൾപൊട്ടലൊക്കെ വന്ന് നമുക്ക് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഓരോ വർഷവും ലോകത്ത് പലയിടത്തും ആളുകൾ മരണപ്പെടുന്നുണ്ട്. എന്നാൽ വെറും 3 മാസത്തെ ടൈം പീരീഡ് കൊണ്ട് യൂറോപ്പിൽ വലിയ ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ആ കാലത്ത് വിശ്വസിച്ചിരുന്നു. ഒരുപക്ഷെ കോവിഡിന് ശേഷം നമ്മൾ റീതിങ്ക് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ കാലത്ത് 2003 വെറും 3 മാസം കൊണ്ട് 70,000 ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് കണക്കുകൾ വന്നിട്ടുള്ളത്. അതിനുശേഷം വന്ന പഠനങ്ങൾ പലതരത്തിലും അഭിപ്രായങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അതിനുശേഷമുള്ള വർഷങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. 2022 റഷ്യയിൽ മാത്രം 56,000-ഓളം മരണങ്ങൾ ഹീറ്റ് കാരണം മാത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചൂട് ആളുകളെ കൊല്ലാൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ആ കാലം മുതലാണ് ഒരുപക്ഷെ ഗ്ലോബലി ചിന്തിക്കാൻ തുടങ്ങുന്നതും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പലതരത്തിലും ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2024 മാത്രം 700-ഓളം ഡെത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ WHO കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പ്രതിവർഷം 1,75,000-ഓളം ആളുകളൊക്കെ ഗ്ലോബലി ഹീറ്റ് മൂലം മരണപ്പെടുന്നുണ്ട് എന്നാണ്. ഹീറ്റിന്റെ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് മരണപ്പെടുന്നുണ്ടെന്നുള്ള കണക്കുകൾ WHO-യുടെ 2024 സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇന്ത്യയിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ് മൂലമുള്ള മരണം അല്ലെങ്കിൽ ഹീറ്റ് വേവ് മൂലമുള്ള മരണം 700 കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പല മടങ്ങ് അധികമായിരിക്കും യഥാർത്ഥ മരണത്തിന്റെ കണക്ക് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ഒഫീഷ്യൽ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയർ നമുക്കറിയാം. കേരളത്തിൽ പോലും ഹീറ്റിന്റെ കേസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യക്തത നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഹീറ്റിനെ ഒരാളുടെ ഒരു മരണത്തെ, ഒരു കോമോർബിഡിറ്റി ഉള്ള ഒരു മരണത്തെ ഹീറ്റുമായിട്ട് ചേർത്ത് പറയുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ മെഡിക്കൽ സംവിധാനത്തിന് മൊത്തത്തിലുണ്ട്. എന്നാലും ഹീറ്റ് നേരിട്ട് ബാധിച്ച് മരിക്കുന്ന ഈ സൂര്യാഘാതം മൂലം മാത്രമായിട്ട് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണമായിരിക്കും പ്രധാനമായിട്ടും ഈ
ഒഫീഷ്യൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ, അതും തന്നെ മിക്കവാറും സിറ്റി ഏരിയകളിലായിരിക്കും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പല മടങ്ങായിരിക്കാം ഒരുപക്ഷെ നമുക്ക് സംഭവിക്കുന്ന ആക്ച്വൽ ഡെത്ത് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. 2015 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറ്റ് വേവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഹീറ്റ് വേവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല മീൻസ് ടെമ്പറേച്ചറിന്റെ ടേംസിലല്ല, മരണത്തിന്റെ ടേംസിൽ 2015 2040 ഔദ്യോഗിക മരണങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷമുള്ള വർഷങ്ങളിൽ ചൂട് കൂടിയെങ്കിലും നമ്മുടെ എഫേർട്ട് കൊണ്ട് അത് നമുക്ക് ഡെത്തിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റിയെന്നാണ് നമ്മുടെ ഏജൻസികളെല്ലാം അവകാശപ്പെടുന്നത്. എന്തായാലും ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ 2016 19 24 ഹീറ്റ് മൂലം, ഡയറക്ട്ലി ഹീറ്റ് മൂലം മാത്രം മരണം ഔദ്യോഗികമായി നമ്മുടെ ഹെൽത്ത് സംവിധാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 2024 മാത്രം 5 മരണങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 2016 19 ഓരോ മരണങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ 2024 നമുക്ക് ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ഔദ്യോഗികമായി ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഞങ്ങൾ 2018 മുതൽ IMD-യുമായിട്ട് ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം, കേരളത്തിലെ ഹീറ്റിന്റെ പ്രശ്നമുണ്ട്, എന്നാൽ നമുക്ക് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം IMD-യുടെ കണ്ടീഷൻസ് കുറച്ച് സ്ട്രിഞ്ചന്റ് ആണ്. അത് നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ആപ്ലിക്കബിൾ അല്ല. കേരളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. നമുക്ക് ഇവിടെ 40 ഡിഗ്രി അല്ല 37 ഡിഗ്രി സെൽഷ്യസ് അബോവ് ടെമ്പറേച്ചർ വരുമ്പോൾ തന്നെ നമുക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ക്രൈസിസ് ഉണ്ട് എന്ന് നമ്മൾ പറയുകയും, എന്നാൽ IMD-യുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേഷനിലെങ്കിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അവർക്ക് ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അവരുടെ ഔദ്യോഗികമായി അവരത് അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങൾ നമ്മൾ കുറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് 2024 IMD-യുടെ ആ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ സിനാരിയോ മാറി. നമുക്ക് 40 ഡിഗ്രിയുടെ മുകളിൽ നമ്മുടെ 2 3 സ്റ്റേഷനുകളിൽ നിലനിൽക്കുകയും അത് തുടർച്ചയായ ദിവസങ്ങൾ നിലനിൽക്കുകയും നമുക്ക് വലിയ പ്രശ്നം ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഉണ്ടായി. നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയിരുന്നതുകൊണ്ട് അത് മറ്റു പലതരത്തിലുള്ള ഇമ്പാക്റ്റുകളോട് ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. എന്തായാലും ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങളുടെ എണ്ണം 5 2024. ഇനിയുള്ള വർഷങ്ങൾ ഒരുപക്ഷെ അത് കൂടും, കാരണം കൂടുതൽ നമ്മൾ സെൻസിറ്റൈസ്ഡ് ആവാണ്, കൂടുതൽ അതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എണ്ണം കൂടും. യഥാർത്ഥ മരണം കൂടുമോ ഇല്ല എന്നുള്ളതിനപ്പുറത്ത് ഒഫീഷ്യൽ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തന്നെ സാധ്യത കൂടുതലുണ്ട്. എന്നിരുന്നാലും ഹീറ്റ് ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, എല്ലാ സെക്ടറിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയാണ് ഹീറ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ്. നിരവധി സ്റ്റഡീസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പറയാം നമ്മുടെ തന്നെ പ്രൊഡക്ടിവിറ്റി അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്. നമുക്ക് AC എയർ കണ്ടീഷൻ റൂമിലല്ലാതെ കേരളത്തിൽ ഇത് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പുറം ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ, ഓഫീസിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ പ്രയാസങ്ങളുണ്ട്, രാത്രി കടന്നുറങ്ങുമ്പോൾ പ്രയാസങ്ങളുണ്ട്, പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സ്വാഭാവികമായുള്ള പ്രൊഡക്ടിവിറ്റി വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടാകും. മറ്റെല്ലാ സെക്ടറും, എനർജി സെക്ടർ, ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ, ഹെൽത്ത് സെക്ടർ, അങ്ങനെ എല്ലാ സെക്ടറിനും ഞാൻ അതിലേക്ക് ഇനിയൊരു ചർച്ചയുടെ ഭാഗമായിട്ട് പോകേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പോകാം. പിന്നെ മാത്രമല്ല വിവിധ സെക്ടറുകളിൽ എക്സ്പെർട്ടുകൾ ഇവിടെ ഉണ്ട്, അവർ കൂടുതൽ സംസാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ്, നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അനിതര സാധാരണമായി ഇവിടെ തീപിടുത്തങ്ങൾ, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, അങ്ങനെ ഹീറ്റ് പല സെക്ടറുകളെയും അതുപോലെ പല തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം ചൂട് കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ലോക്കലി തന്നെ ചൂട് കൂടുമ്പോൾ അത് നമ്മുടെ ലോക്കൽ ക്ലൈമറ്റിനെയും അല്ലെങ്കിൽ ലോക്കൽ വെതർ പാറ്റേൺസിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കൊരു വളരെ ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വാമായിട്ടുള്ള ഒരു പിന്നെ ടെമ്പറേച്ചർ സീസൺ കഴിഞ്ഞ് വരുന്ന നമ്മുടെ മൺസൂൺ ഒരുപക്ഷെ അതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള മൺസൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മൺസൂൺ ആയിരിക്കാം. ആ മൺസൂണിൽ ഒരുപക്ഷെ കൂടുതൽ തീവ്രമായിട്ടുള്ള നമ്മുടെ മഴയുടെ പാറ്റേണിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ ചൂടിന്റെ തുടർച്ചയാവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചൂടിന്റെ കാര്യത്തിൽ ഒരു ട്രെൻഡ് ഉണ്ട്, അതുപോലെ നമുക്ക് എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റുകളുടെ കാര്യത്തിലും ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ കാറ്റിന്റെ വ്യതിയാനത്തിൽ, കാറ്റിന്റെ സ്വഭാവത്തിൽ മാറും. നമുക്കിപ്പോൾ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വീശിയടിക്കുന്ന ഗസ്റ്റിനാഡോ പോലെയുള്ള വലിയ കാറ്റ്, വളരെ ചെറിയ 2-3 കിലോമീറ്റർ ഏരിയ മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ വലിയ കാറ്റുണ്ടാകുന്ന സമയം, അങ്ങനെ പ്രകൃതി പ്രതിഭാസങ്ങളിൽ തന്നെ, നാച്ചുറൽ ഫിനോമിനാസിൽ തന്നെ നമ്മൾക്ക് പരിചിതമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ചൂട് എന്ന് പറയുന്നത് പ്രസക്തമാവുന്നു. അതാണ് നമുക്ക് മഴയും വെള്ളപ്പൊക്കവും വെള്ളത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പരിചിതരാണ്. എന്നാൽ നമുക്ക് ചൂടൊരു പുതിയ പ്രശ്നമാണ്, പുതിയ അനുഭവമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും പ്രശ്നമുണ്ട്. നമ്മുടെ കൾച്ചറലി നമ്മൾ ഈ നമ്മുടെ വസ്ത്രധാരണം മുതൽ ഭക്ഷണ രീതി മുതൽ നമ്മുടെ ജീവിത രീതി എല്ലാം നമ്മുടെ കാലാവസ്ഥയുമായി കൂടി ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ ഈ ചൂടിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ളതാണ് യഥാർത്ഥ ഒരു വസ്തുത. അപ്പൊ അത് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും വിവിധ സെക്ടറുകളെ ഇത് ബാധിക്കുന്നുണ്ട്. വിഷ്ണു, അടുത്ത സ്ലൈഡിൽ. നമ്മൾ നമ്മുടെ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ഇതിന്റെ ഒരു ഡാറ്റ എടുത്ത്
വർക്ക് ചെയ്യുന്നത് 2019 2019 സമ്മർ നമുക്കറിയാം വളരെ ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു. 2016 ശേഷം കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു 2019. പിന്നെ പ്രളയത്തിന് ശേഷമുള്ള ഒരു വർഷം എന്നുള്ള നിലക്ക് നമ്മൾ കൂടുതൽ നമ്മളെ സൊസൈറ്റിയും നമ്മുടെ സംവിധാനങ്ങളും എല്ലാം കോൺഷ്യസ് ആയിരുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഡാറ്റ അവൈലബിൾ ആയി. ആ വർഷം നമുക്ക് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹെൽത്ത് ഇഷ്യൂസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 1671 ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ്, സൺബേൺ, സൺസ്ട്രോക്ക് ഒക്കെ ആയിട്ടുള്ള നിരവധി ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിലൊരു സ്പേഷ്യൽ കാര്യം നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ കോസ്റ്റൽ ഏരിയ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹ്യൂമിഡിറ്റി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൂടി ചേർന്നുള്ള കമ്പൈൻഡ് ഇമ്പാക്റ്റ് ആണ് നമുക്കൊരു പ്രശ്നം, നമ്മുടെ പ്രശ്നത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ കോസ്റ്റൽ മേഖലയിലാണ് കൂടുതലായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. 2024 സീസണിൽ നമുക്ക് 5 മരണങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ 1600ഓളം കേസുകൾ ഈ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതലും സൺബേൺ, സൺസ്ട്രോക്ക് കേസുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് തന്നെ ഫെമിലർ ആയി വരുന്നേ ഉള്ളൂ എങ്ങനെയാണ് ഇതിന്റെ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതൊക്കെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൊളീഗ് എന്നോട് പറഞ്ഞത് അവരുടെ അമ്മ പുറത്തുനിന്ന് ഇതുപോലെ ചൂടേറ്റ് മുഖത്ത് തൊലിയുടെ കളർ മാറി ചെറിയ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അവർ ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവരോട് അലർജി പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. നമ്മൾ നോക്കണം, ഫെബ്രുവരി മാസത്തിലേ എത്തിയിട്ടുള്ളൂ. നമ്മൾ മാർച്ച് ഏപ്രിലിലെ വളരെ ചൂട് കൂടിയ മാസങ്ങളിൽ കയറാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ 34, 35 ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേസസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഡോക്ടേഴ്സ് പോലും ചില ഡോക്ടേഴ്സ് എങ്കിലും അതിൽ സെൻസിറ്റൈസ്ഡ് അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ റിപ്പോർട്ടിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് വളരെ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായിരുന്നാലും കേരളത്തിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഔദ്യോഗികമായി 5 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1600ഓളം കേസ് 2024 ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ സ്പേഷ്യൽ കാര്യം ഞങ്ങൾ ഡാറ്റ ശേഖരിച്ച് ചെയ്തു വരുന്നുള്ളൂ. ഞങ്ങളുടെ പുതിയ ആക്ഷൻ പ്ലാന്റെ ഭാഗമായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും. അടുത്ത സ്ലൈഡിൽ അതിന്റെ ടൈം ആകുമ്പോൾ പറഞ്ഞോളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സീസണിലെ ഒരു ഇൻട്രാഡേ വേരിയബിലിറ്റി ആണ്. നമ്മൾ നോക്കിയ ജനുവരി മുതൽ ജൂലൈ വരെയുള്ള സമയത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നമ്മുടെ ലോങ് ടേം ആവറേജ്. കഴിഞ്ഞ ഒരു 30 വർഷത്തെ നമ്മുടെ ടെമ്പറേച്ചർ ആവറേജിൽ നിന്ന് ഈ പർട്ടിക്കുലർ ദിവസങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കണക്ക് മാത്രം അല്ലെങ്കിൽ ആലപ്പുഴ സ്റ്റേഷനിലെ മാത്രം നോക്കിയാൽ തന്നെ മഴ പെയ്ത ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ വലിയ രീതിയിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് 2024 നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2024 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് ആലപ്പുഴ മാത്രം കേസല്ല, കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റേഷനിലും ഈ ഒരു ട്രെൻഡ് തന്നെയാണുള്ളത്. എല്ലാ ദിവസവും നമുക്ക് ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ അല്ലെങ്കിൽ നമ്മുടെ ലോങ് പീരീഡ് ആവറേജിനേക്കാളും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ അല്ലെങ്കിൽ പലപ്പോഴും 4ഉം 5ഉം ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് തോന്നരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ടെമ്പറേച്ചറിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ 100 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുമെന്ന് വിചാരിച്ചത് നേരത്തെ അച്ചീവ് ചെയ്തു. അതിന്റെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മുടെ ലോക്കൽ ഇതിന്റെ അകത്തും പറയുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്കത് കപ്പാസിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിന് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന വാട്ടർ വേപ്പർ 7 മടങ്ങായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പാക്ട് ഒരു 7ഓ 10ഓ മടങ്ങായിരിക്കും, എക്സ്പോണൻഷ്യൽ ആയിരിക്കും നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് കൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് 2025 സെയിം പാറ്റേൺ ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇതുവരെയുള്ള ദിവസങ്ങൾ ഫെബ്രുവരി മാസം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും നമുക്ക് ആലപ്പുഴ ജില്ലയിലെ അല്ലെ, ഇത് തിരുവനന്തപുരം സിറ്റിയിലാണ്, ആലപ്പുഴയിൽ ഇപ്പോൾ സ്റ്റേഷനും വർക്കിംഗ് എല്ലാവരുടെ ആയിട്ട്. അപ്പം തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും ദിവസങ്ങളിലും 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ 30, 34, 33 ഇപ്പോൾ ഉള്ളത്. ഒരു 36, 37 എത്തുന്ന നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് ഈ ഒരു ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ വലിയ ഒരു ക്രൈസിസിലേക്കാണ് ആ കാര്യത്തിൽ പോകാൻ പോകുന്നത് എന്നുള്ളത് ആണ്. അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം എന്നുള്ളതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തെന്ന് കൂടി പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കോണ്ടെക്സ്റ്റ് സെറ്റിലിംഗ് എന്ന് പറയുന്ന കാര്യം നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു കാര്യങ്ങൾ പറയുമ്പോൾ. പക്ഷേ ഒരു സിസ്റ്റം എന്നുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് വെച്ചാൽ 2019 ഞങ്ങൾ ഹീറ്റ് വേവിനെയും അതുപോലെ നമ്മുടെ സൺബേൺ, സൺസ്ട്രോക്ക് ഇന്ത്യയിൽ ഇപ്പോഴും ഇതൊരു നോട്ടിഫൈഡ് ഡിസാസ്റ്റർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ നമ്പേഴ്സ് ഓഫ് മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു ഫ്ലഡിനെയോ ലാൻഡ് സ്ലൈഡിനൊന്നും പോലെ ഒരു നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് ഹീറ്റ് വേവിനെ കണ്ടെത്തി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ പക്ഷേ ചില സ്റ്റേറ്റുകൾ അതിൽ കേരളമാണ് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്. 2019 മുതൽ നമ്മൾ ഹീറ്റ് വേവിനെ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ ഒരു സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ, കേരളത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിൽ കുറച്ച് വർക്കുകൾ നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട്
ക്യാമ്പയിൻ ആണെങ്കിലും മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ അടുത്ത സ്ലൈഡുകളിൽ പറയാനുള്ളത്. ടൈം ആയാൽ ശ്രീരാമിനെ പറയാം. 5 minutes എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോകാം. കേരളത്തിന് ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ പബ്ലിഷ് ചെയ്തിരുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഈ ഹീറ്റ് ആക്ഷൻ പ്ലാൻ നിങ്ങൾ ഒരുപക്ഷെ പലരും കണ്ടിട്ടുണ്ടാവും. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അത് ഇപ്പോൾ റിവൈസ് ചെയ്ത് നമ്മൾ വീണ്ടും റീപബ്ലിഷ് ചെയ്യുവാണ്. അതിന്റെ ഭാഗമായിട്ട് ചില പുതിയ കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ 2019 ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്തുള്ള സിറ്റുവേഷൻ അല്ല നമുക്ക് ഇപ്പോൾ കൂടുതൽ സ്റ്റഡീസ് നമുക്ക് അവൈലബിൾ ആണ്, കൂടുതൽ മോണിറ്ററിംഗ് സ്റ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ ഇപ്പോൾ ലോക്കലൈസ്ഡ് പ്ലാനിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിലേക്ക് നമ്മൾ പോകുന്നു. ഒരുപാട് നമ്മൾ ഹീറ്റ് ആക്ഷൻ പ്ലാനിലൂടെ മുന്നോട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. 2019 ഈ ഹീറ്റ് ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഹീറ്റ് വേവിനെ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തിൽ തന്നെ നമ്മൾ ഈ ചർച്ച കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നമ്മൾ കേരളത്തിലെ ഹീറ്റ് ഒരു പ്രശ്നമാണോ എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ സംവിധാനം തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിരുന്നത്, നമ്മുടെ പോളിസി മേക്കേഴ്സ് നമ്മൾ റെസ്പോണ്ട് ചെയ്തിരുന്നത്. എന്നാൽ അവിടെ നിന്ന് ഈ വർഷത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ സോറി, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു. കേൾക്കുന്നുണ്ടോ ഞാൻ? കേൾക്കാം. തുടർന്നോളൂ. ഹലോ, തുടർന്നോളൂ. കേൾക്കാം. ഓഡിബിൾ ആണ് സാർ. ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. ഒരു 2 മിനിറ്റിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ നമ്മുടെ നിയമസഭയിൽ ഉൾപ്പെടെ ചൂടൊരു ചർച്ചയാവുന്നു. കഴിഞ്ഞ 2-3 വർഷമായി ചർച്ചയാവുന്നു. നമ്മുടെ ഒരു പോളിസി മേക്കേഴ്സിനും ഇപ്പോൾ ഇതിന് സെൻസിറ്റൈസേഷന്റെ പ്രശ്നമല്ല, ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇതിനോട് മുന്നോട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ ആ രീതിയിലുള്ള മാറ്റം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽ അലോക്കേഷൻസും ഹീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊജക്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി അലോക്കേഷൻസ് വെക്കുന്നു. കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും എന്തോ ഒരു ടെക്നിക്കൽ എറർ ആണെന്ന് കരുതുന്നു. ഫഹദ് കേൾക്കാമോ? ഹലോ ഫഹദ്, കേൾക്കാമോ? ഫഹദ്, ഹലോ, കേൾക്കാം ഫഹദ്. ഒരു മിനിറ്റിൽ തീർക്കാമോ? നമ്മുടെ നെറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഓഫാക്കിയാൽ കുറച്ചും കൂടി ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹലോ ഫഹദ്, കേൾക്കാമോ ഫഹദ്? ഹലോ ഫഹദ്, ഹലോ ഫഹദ്, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. സോറി, ഞാൻ ഒരു മിനിറ്റിൽ സമാഹരിച്ച് പറയാമെങ്കിൽ നമുക്ക് സമയത്തിന്റെ പരിമിതി അതുകൊണ്ട്. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മളൊരു ആക്ഷൻ പ്ലാനുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ഹീറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ട്. 2020 നമ്മളത് പബ്ലിഷ് ചെയ്തത്. അതിപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുവാണ്. അത് കൂടാതെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ചില പഠനങ്ങൾ ഇന്റർനാഷണൽ ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചില പഠനങ്ങൾ നടത്തിയിരുന്നു നമ്മുടെ ടെമ്പറേച്ചർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ പരിസ്ഥിതി വകുപ്പിന്റെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പഠനങ്ങളെല്ലാം നൽകുന്ന സൂചന നമുക്ക് അടുത്ത വർഷങ്ങളിൽ ടെമ്പറേച്ചർ പ്രൊജക്ഷൻസ് എല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് പിന്നെ നമ്മുടെ എല്ലാ മേഖലയും റെസ്പെക്റ്റീവ് ഓഫ് നമ്മുടെ കോസ്റ്റും ഹൈലാൻഡും മിഡ്ലാൻഡും എല്ലാ മേഖലകളിലും നമുക്ക് ടെമ്പറേച്ചർ വർദ്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1.4 ഡിഗ്രി സെൽഷ്യസ് വരെ അടുത്ത ഒരു 20-30 വർഷം കൊണ്ട് വർദ്ധിക്കും എന്നുള്ളതാണ് ഈ പ്രൊജക്ഷൻസ് നൽകുന്ന സൂചന. എന്നാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ ആമുഖം സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഗ്ലോബൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 10 വർഷം മുന്നേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ കോൺഫറൻസ് 2070 അച്ചീവ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്ന ടാർഗറ്റുകൾ നമ്മൾ 2023 തന്നെ അച്ചീവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രൊജക്ഷൻസും ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ മോശപ്പെട്ട രീതിയിലായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് എന്ന് നമ്മൾ കണക്കാക്കണം. അതിനനുസരിച്ച് എല്ലാ മേഖലയിലുള്ള ആളുകളും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ട്. നമ്മളിപ്പോ
ഒരു ഗൈഡ് ലൈൻ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ കവചം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതിന്റെ കൂടെ തന്നെ ഈ വർഷം നമ്മൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാൻ, റിവൈസ്ഡ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കി വരികയാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിന്റെ കൂടെ ലോക്കൽ ഹീറ്റ് ആക്ഷൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും നമ്മൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തലത്തിലുള്ള ദുരന്ത നിവാരണ പ്ലാനുകൾക്ക് സമാനമായ രീതിയിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ അതിന്റെ ഒരു അനക്ഷർ ആയി പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മൾ ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തയ്യാറാക്കാൻ പോവുകയാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും പ്രാദേശിക തലത്തിൽ നമ്മൾ ഹീറ്റിനെ നേരിടാനുള്ള പ്രൊജക്ടുകൾ തയ്യാറാക്കാൻ പറയുകയാണ്. അതിന് ഫണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് നമ്മൾ അനുവദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു. അതിന്റെ ഗൈഡ് ലൈൻ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ അടുത്ത ദിവസം അത് അവൈലബിൾ ആവും. നിങ്ങൾക്ക് അതിൽ നോക്കാവുന്നതാണ്. ആ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ അടുത്ത സ്ലൈഡുകളിലുണ്ട്. അത് ഞാൻ എന്തായാലും സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യാം. കുറഞ്ഞ സമയമായതുകൊണ്ടാണ്. ഏതായിരുന്നാലും ഈ അവസരത്തിൽ തന്നതിലും നന്ദി. ചൂട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത സംസാരിക്കുന്ന ആളുകൾ സൂചിപ്പിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കാം. താങ്ക് യു. നന്ദി ശ്രീ ഫഹദ്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലം ഉണ്ടാകുന്ന ഉഷ്ണതരങ്ങളും ബാധിക്കുന്ന എങ്ങനെ കേരളത്തെ ബാധിക്കുന്നു, എങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നു, ഇന്ത്യ തലത്തിലും KSDMAയും എന്തെല്ലാം പ്രവർത്തനങ്ങൾ കൈക്കൊള്ളുന്നു എന്ന് ഡാറ്റയുടെ സഹായത്തോടെ വിശദീകരിക്കാൻ ഫഹദ് മർസൂഖിന് സാധിച്ചിരിക്കുന്നു. അടുത്തതായി ശ്രീ വിജീഷ് പി. ഇദ്ദേഹം കഴിഞ്ഞ 12 കൊല്ലമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായും ഏകോപിപ്പിക്കുന്ന സ്ഫിയർ ഇന്ത്യയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടും പ്രവർത്തിച്ചിരുന്നു. ഇദ്ദേഹം നിലവിൽ സാമൂഹ്യ സുരക്ഷാ വിദഗ്ധനായി കേരള മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ജോലി ചെയ്തു വരുന്നു. ഇദ്ദേഹത്തിൻ്റെ ടോപ്പിക്ക് ചൂട് അല്ലെങ്കിൽ ഉഷ്ണതരംഗത്തിൻ്റെ പ്രതിരോധത്തിൽ നാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും സിവിൽ സർവീസ് സൊസൈറ്റി ഓർഗനൈസേഷൻസിൻ്റെയും പങ്ക് എന്താണ് എന്നുള്ളതാണ് വിജീഷ് പറയാൻ പോകുന്നത്. സമൂഹ കേന്ദ്രിത സമീപനങ്ങളും സഹകരണ തന്ത്രങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കും. ശ്രീ വിജീഷിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതെ അതെ അതെ. Okay. So Fahad, Animan, Sirjo, മറ്റ് പാർട്ടിസിപ്പൻസ്, വെൽക്കം. ഓക്കെ, സോ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഇപ്പം ഫഹദ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാഴ്ചപ്പാടിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ സർക്കാർ ഏത് തരത്തിലാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത് എന്നതും അതിന്റെ പ്രത്യേകിച്ച് അതില് ഡാറ്റയുടെ ഒരു പശ്ചാത്തലത്തിൽ ഫഹദ് വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിന്റെ പല മേഖലകളിലേക്ക്, ആ മേഖലകൾ വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് ചില മേഖലകൾ ടച്ച് ചെയ്യണമെന്നാണ് കരുതുന്നത്. എന്നോട് പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ കൃത്യമാണ്. എന്താണ് നോൺ അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ, എന്ത് തരത്തിലുള്ള വോളണ്ടറി ആക്ഷൻ? പൂർണ്ണമായും വോളണ്ടറി ആക്ഷൻ എന്നൊരു പദപ്രയോഗം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വോളണ്ടറി ആവണം എന്നുള്ളൊരു മുൻവിധി ചിലപ്പോൾ അതിൽ വന്നു പോകും. അതുകൊണ്ട് തന്നെ അതൊരു വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നില്ല. വളരെ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ നടത്തുന്ന, എന്നാൽ എന്താ പറയുക, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ആയിരിക്കണം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കേണ്ടത്. സ്ഫിയർ ഇന്ത്യ ഈ ഒരു വിഷയം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രസക്തി കൂടുകയാണ്. ലൈക്ക് ഇന്റർനാഷണൽ തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും NGO കോർഡിനേഷൻ എന്നുള്ളത് അതിന്റെ ഒരു ഫോക്കൽ ഏജൻസി എന്ന രീതിയിലാണ് സ്ഫിയർ ഇന്ത്യ കേരളത്തിൽ ഉൾപ്പെടെ അറിയപ്പെടുന്നത്. സോ നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഒന്ന് ഈ ഒരു വിഷയത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകിച്ച് ഫഹദ് തന്നെ മുന്നോട്ട് വെച്ചു, ഇത് സംസ്ഥാന സർക്കാരുകൾ പോലും ഇതിനെ ഒരു എന്താ പറയാ വളരെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ട് വളരെ ചുരുങ്ങിയ കാലമായിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതൊരു നോട്ടിഫൈഡ് ദുരന്തമല്ല, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ ചർച്ചകളിലൊന്നും തന്നെ അങ്ങനെ പെട്ടെന്ന് കടന്നു വരുന്ന വിഷയമായിട്ട് ഹീറ്റ് വേവിന് വരാറില്ല. മേ ബി കുറച്ച് റീസെന്റ് ആയിട്ട് ചില വർഷങ്ങളിൽ വന്നിട്ടുണ്ടാവാം എങ്കിൽ പോലും.
സോ NGOസിന്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ പരിമിതി ഇവിടെ തന്നെ ആരംഭിക്കുകയാണ്. പലപ്പോഴും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എടുക്കുകയാണെങ്കിൽ NGO സെക്ടർ ഇതിനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേരിടേണ്ട ഒരു ദുരന്തമായിട്ട് എത്രത്തോളം NGO സെക്ടേഴ്സ് ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വിഷയമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ഇപ്പം നമ്മുടെ സമ്മർ എന്ന് പറയുന്ന ഒരു കാലയളവ് ഫെബ്രുവരി മുതൽ മെയ് മാസം അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡ്യൂറേഷൻ ഇതിലുണ്ട്. ആ ഡ്യൂറേഷനിൽ ഇത് കേരളം എന്ന ഒരു എൻറ്റയർ സ്കെയിലിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പൂർണ്ണമായിട്ടും ഈവൻ നമ്മുടെ ചില മലയോര മേഖലകളിൽ പോലും ഈ ഒരു സമയത്ത് 30-ൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ 35-ൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. സോ കേരളം എന്നതിന്റെ ഒരു വലിയ ലാൻഡ്സ്കേപ്പിലേക്ക് ഈ ഒരു ദുരന്തമുണ്ട്. സോ നിങ്ങൾ എവിടെ ആക്ഷൻ നടത്തുന്നു എന്നതിന്റെ മറ്റു ദുരന്തങ്ങൾ പോലെയല്ല. ഇപ്പം പലപ്പോഴും മറ്റ് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ ഉണ്ടായിരിക്കും, അതിനൊരു വളരെ നിശ്ചിതമായ ഒരു സമയക്രമം ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ കുറച്ചുകൂടി ഇതിന്റെ ഒരു ദൈർഘ്യം എന്നുള്ളത് കൂടുതലാണ്. മറ്റൊന്ന്, ഇതിന്റെ ആക്ഷൻ എന്നുള്ളത് ഒരു സിംഗിൾ ഫ്രെയിമിനുള്ളിലല്ല. ഇത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത കാലയളവിൽ എണ്ണം വളരെ കുറഞ്ഞ രീതിയിൽ സ്പൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ദുരന്തമാണ്. സോ ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളം പ്രകടമാണ് എന്നതാണ് പലപ്പോഴും NGOകളുടെയോ അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻസിന്റെയും ഒരു മാനദണ്ഡമായി മാറാറ്. ഇവിടെ ഈ തീവ്രത എന്നുള്ളത് നമുക്ക് വളരെ വിസിബിൾ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈനംദിനമായിട്ട് പത്രത്തിലും മറ്റുമായിരിക്കാം ഹീറ്റ് വേവ് കാരണം പാലക്കാട് ഇന്നലെ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഒരാളുടെ മരണം രേഖപ്പെടുത്തുന്നു. അങ്ങനെ വളരെ വ്യത്യസ്ത ടൈം ലൈനിൽ വ്യത്യസ്ത കാലയളവിൽ. പക്ഷെ ഇത് ക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ വലിയൊരു നമ്പർ, ഒരു പക്ഷേ ഫഹദ് തുടർന്നുള്ള ചർച്ചകൾ ഫഹദ് മുമ്പ് സൂചിപ്പിച്ച എനിക്ക് ഓർമ്മയില്ല, ക്ഷമിക്കണം, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നേത്തെ വർഷം സ്റ്റേറ്റിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മരണസംഖ്യ ഉണ്ടായിരിക്കാം. ഈ മരണസംഖ്യ എന്നുള്ളത് മാത്രമല്ല, ഈ മരണസംഖ്യ എന്നുള്ളത് ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് ഒരു നിശ്ചിത കാലയളവിൽ വരുമ്പോൾ, പക്ഷെ ഇത് വ്യത്യസ്ത മേഖലകളിൽ സംഭവിക്കുന്നതിനാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒരു വലിയ ദുരന്തമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ അതിൽ നിന്നും മാറി ഇതില് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരുപാട് ഇമ്പാക്റ്റുകളുണ്ട്. ആ ഇമ്പാക്റ്റുകളെ കൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് പോപ്പുലേഷനെയാണ് ഇത് പ്രത്യേകമായിട്ട് ബാധിക്കുന്നത്? പോപ്പുലേഷൻ തീർച്ചയായിട്ടും ഇത് എൻറ്റയർ പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈനംദിനമായിട്ടുള്ള നമ്മൾ പറയുന്ന ദിവസ വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വിഭാഗം, അതിൽ തന്നെ ഇതിന്റെ ഒരു ക്ലാസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ പ്രത്യേകിച്ച് ദുർബലരായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ട് ദുർബലരായിട്ടുള്ള ജനവിഭാഗത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ കണക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ബാധിക്കുന്നു എന്നത് തന്നെയാണ് വോളണ്ടറി ആക്ഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലുള്ള പോലെയും ഒരു സർക്കാർ സംവിധാനത്തിന് ഒരു പക്ഷേ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നില്ല, എങ്കിൽ പോലും ചില റീച്ച് ചെയ്യുന്നതിനുള്ള ചില പരിമിതികൾ ഒരുപക്ഷെ നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് നമുക്ക് റീച്ച് ചെയ്യുന്നതിനുള്ള ചില പരിമിതികൾ ഒരുപക്ഷെ ഉണ്ടാവാറുണ്ട്. ആ സമയങ്ങളിൽ വോളണ്ടറി ആക്ഷൻ ഞാൻ വീട്ടിൽ തിരുത്തുന്നു, ഈ പറയുന്ന രീതിയിൽ NGO ആക്ഷൻ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ആക്ഷൻ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിന്റെ റീച്ചിന്റെ അപ്പുറത്തേക്കുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് എങ്ങനെ ഈ ആക്ഷൻ കൊണ്ടെത്തിക്കാം എന്നുള്ളതിൽ തന്നെയാണ്. അതിലിപ്പോ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സർക്കാർ കണ്ണീർ പന്തലുകൾ എന്ന പേരിൽ ഈ കൂളിംഗ് സ്റ്റേഷനുകൾ അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കൂളിംഗ് സ്റ്റേഷനുകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനും ചില പരിമിതികൾ ഉണ്ടാവും. ചില മേഖലകളിൽ ചില ഭൂപ്രകൃതികളിലേക്ക് നമുക്ക് എത്തുന്നതിനുള്ള പരിമിതി ഉണ്ടാവാം. ചില റിസോഴ്സസിന്റെ ലഭ്യത അല്ലെങ്കിൽ അതിന്റെ ലഭ്യത കുറവ് കാരണം നമുക്ക് ചില മേഖലകളിലേക്ക് എത്തുന്നതിനുള്ള പരിമിതി ഉണ്ടാവാം. അത്തരം പരിമിതികളിൽ സർക്കാരിനോട് എന്താ പറയാ ഹാൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു റോൾ എന്ന് പറയുന്നത് NGO സംവിധാനത്തിന് തന്നെയാണ്.
സോ ഇവിടെ വളരെ എന്താ പറയാ വളരെ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് NGO സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. NGO സംവിധാനം ചെയ്യേണ്ടത് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്ന സർവീസസിനോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അവർക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ പ്രാദേശിക തലത്തിലായിരിക്കും ഇത് ചെയ്യേണ്ടത്. സോ കേരളത്തിലെ തന്നെ ഇപ്പൊ ഞാൻ വളരെ പ്രാദേശികമായ NGO-കളാണെങ്കിൽ അവരുടെ ഓപ്പറേഷണൽ ഏരിയ ഏതാണ്, ആ ഏരിയയിൽ തന്നെ അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുമായും മറ്റു സർക്കാർ നോഡൽ ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ഷൻസ് ഉണ്ട്. ആ ആക്ഷൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഒന്ന് ആളുകളിൽ ഇതിനെ കുറിച്ചുള്ള ഇത് ഹീറ്റ് വേവ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു എന്താ പറയാ ഒരു ദുരന്തം സാധ്യത എന്നത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസാണ്. ഇപ്പം ഈ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന റോൾ ഏറ്റെടുക്കുന്നതിൽ NGOസിന് വലിയ റോളുണ്ട്. എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആയിരിക്കാം ഒരുപക്ഷെ NGOസിന് നൽകാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ലഭ്യമാക്കുന്ന പ്രത്യേകിച്ച് IMD ത്രൂ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വാണിങ്ങുകൾ ഈ ഒരു സമയത്ത് ഹീറ്റ് വേവ് വാണിങ്സ് കൊടുക്കാറുണ്ട്. ഈ വാണിങ്സ് പലപ്പോഴും കൂടുതൽ അതിനെ എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിന്റെ ഒരു ഡെസിഗ്നേഷൻ സാധ്യമാകുന്നതിൽ NGOസിന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റോൾ നിർവഹിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ പ്രത്യേകിച്ച് ചില ഫോക്കസ്ഡ് ഗ്രൂപ്പുകളിലേക്ക് കുട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വളരെ നിയന്ത്രിതമായ ഒരു സ്വഭാവത്തിൽ നമുക്ക് നിർത്താൻ സാധിക്കത്തില്ല കുട്ടികളെ. പ്രത്യേകിച്ച് കേരളത്തിലെ സമ്മർ സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ഒഴികെ മാർച്ച് മാസം എന്ന് പറയുന്നത് സ്കൂൾ ഉള്ള സമയങ്ങളാണ്, പരീക്ഷയുടെ സമയങ്ങളാണ്. കുട്ടികൾ സ്വാഭാവികമായിട്ടും എന്താ പറയാ സ്കൂളിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ഏറ്റവും ചാലഞ്ച് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് കുട്ടികളെ നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുത്താൻ സാധിക്കത്തില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ സ്കൂളുകളിലാണെങ്കിൽ പലപ്പോഴും ഡേ ടൈം നമുക്ക് ആ ഒരു ഷെൽട്ടറിന്റെ കീഴിലാണ് എന്ന് കരുതാം. നമ്മൾ സമ്മർ വെക്കേഷൻ എന്നുള്ളൊരു എന്താ പറയുക രീതി ആയതിനാൽ തന്നെ കുട്ടികൾ കൂടുതൽ സമയം ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ കുട്ടികളിലേക്ക് ഇതിന്റെ ഒരു ഹീറ്റ് വേവ് എന്നതിന്റെ ഒരു ദുരന്ത സാധ്യത എന്ന രീതിയിൽ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ പ്രത്യേകിച്ച് ചൈൽഡ് കെയർ സെക്ടറിലുള്ള ഒരുപാട് NGOs നമുക്കുണ്ട്. ഓരോ ജില്ലകളിലും അതിന്റെ ഡാറ്റയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ KSDMA ലഭ്യമാണ്. മുൻപ് നമുക്ക് 2019 ഫ്ലഡിനെ തുടർന്ന് നമ്മൾ കേരളത്തിൽ ഇന്റർ ഏജൻസി കോർഡിനേഷൻ എന്നൊരു സംവിധാനം രൂപീകരിക്കുകയും അതിൽ വലിയ നമ്പർ 800ഓളം NGO-കൾ അതിന്റെ ഭാഗമാവുകയും അത്തരം NGO-കൾക്ക് നമ്മൾ സംസ്ഥാന തലത്തിൽ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയാ വളരെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ നൽകുകയും ജില്ലാ തലത്തിലുള്ള ഇന്റർ ഏജൻസി കോർഡിനേഷൻ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ സജീവമായിട്ട് നിലവിൽ എല്ലാ ജില്ലകളിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ഇതിൽ തന്നെ ഈ പ്രത്യേകിച്ച് ചൈൽഡ് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGO-കൾക്ക് ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായിട്ട് സർക്കാരിനെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സേവനങ്ങൾ എത്താത്ത മേഖലകളിൽ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. മറ്റൊന്ന്, എപ്പോഴും ചൂടിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ജലം തന്നെയാണ് നമ്മുടെ ഏറ്റവും ആദ്യം ആവശ്യമുള്ളത്. വാട്ടർ കിയോസ്കുകൾ എന്നത് തന്നെയാണ്. സർക്കാർ അതിന്റെ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വാട്ടർ കിയോസ്കുകൾ ലഭ്യമാക്കാറുണ്ട്. NGO-കൾ എന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് NGOസിന് ഇത്തരത്തിലുള്ള വാട്ടർ കിയോസ്കുകൾ സർക്കാർ സംവിധാനങ്ങൾ എത്താത്ത മേഖലകളിൽ സർക്കാർ സംവിധാനങ്ങൾ എത്താത്ത ജനവിഭാഗങ്ങൾക്കിടയിലേക്കൊക്കെ തന്നെ ഈ വാട്ടർ കിയോസ്കുകളുടെ ഒരു എന്താ പറയാ അതിനെ കൊണ്ടുവരുന്നതിന് അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു റോൾ അവർക്ക് വഹിക്കാൻ സാധിക്കും. ഇതില് മറ്റൊന്ന് ഇതിൽ പറയേണ്ടത് ലൈക്ക് ഈ പോപ്പുലേഷൻ, ഞാൻ പറഞ്ഞ കുട്ടികളുടെ പോപ്പുലേഷനെ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഈ പുറം ജോലി എടുക്കുന്ന പോപ്പുലേഷനിൽ നിലവിൽ നമുക്കറിയാം അതിൽ വലിയൊരു ശതമാനം മൈഗ്രന്റ് പോപ്പുലേഷൻ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. ഈ മൈഗ്രന്റ് പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ എത്തിക്കുക എന്നതിന്റെ സാധ്യതകൾ നിലവിൽ ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പരിമിതികൾ മറികടന്നുകൊണ്ട് അവരെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഉള്ളിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു തൊഴിൽപരമായ ചൂഷണം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് മൈഗ്രന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉള്ളിലുള്ള പരമാവധി തൊഴിലാളികളെ ഈ ഒരു
ഈ സമയ ക്രമീകരണം എല്ലാം സാധ്യമാകും. പക്ഷെ പലപ്പോഴും മൈഗ്രന്റ് ലേബർ സംവിധാനത്തിൽ അവിടെ കുറച്ചുകൂടി ഒരു എന്താ പറയാ ഒരു വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ലേബർ സ്വഭാവം ഉള്ളതിനാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ NGOസിന്റെ ഇടപെടൽ ആവശ്യം വേണ്ടതാണ്. പ്രത്യേകിച്ച് മൈഗ്രന്റ് പോപ്പുലേഷന്റെ ആരോഗ്യ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു എന്താ പറയാ രോഗസാധ്യതകളെ കുറിച്ചൊക്കെ തന്നെയുള്ള പ്രത്യേകമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന NGOകളുണ്ട്. അവർക്ക് ഈ ഒരു കാലയളവിൽ അവർ പ്രത്യേകമായിട്ട് ഈ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം കൂടി ഇത്തരം NGOകളുടെ പ്രവർത്തനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് NGOസിന് ഏതെല്ലാം തരത്തിലുള്ള NGOസ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് എങ്ങനെയാ NGO മൈഗ്രന്റ് ലേബേഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOകൾ, അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ഹസാർഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താ പറയാ ലൈക്ക് ഈ ഒരു ഏറ്റവും സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOകൾ, അല്ലെങ്കിൽ ലോക്കൽ ഗവേണൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOകൾ, ഇവരുടെ എല്ലാം തന്നെ പ്രവർത്തന സാധ്യത എന്നുള്ളത് വളരെ കൂടുതലാണ്. ഇവിടെ മറ്റൊരു വിഷയം കൂടി, എത്ര സമയമുണ്ട്? ഒരു മിനിറ്റ് 2 മിനിറ്റിൽ ഉപസംഹരിക്കാമെങ്കിൽ. ഓക്കെ, ഫൈൻ. സോ ഞാൻ അതിൽ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ എന്നൊരു മേഖലയിൽ NGOകൾക്ക് പ്രത്യേകമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. വാട്ടർ കിയോസ്കുകളായിരിക്കാം, നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ORS പാക്കുകളുടെ ലഭ്യതയായിരിക്കാം, കൂളിംഗ് സെന്റേഴ്സിന്റെ എന്താ പറയാ അത് നിർമ്മിച്ചെടുക്കുന്നതിലായിരിക്കാം, പ്രത്യേകമായിട്ട് കുടുംബശ്രീ അല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസുമായിട്ട് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ NGOസിന് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ നമ്മൾ പലപ്പോഴും ചർച്ചകൾ എന്താ പറയാ ഈ മനുഷ്യരുമായി ബന്ധപ്പെട്ട് മാത്രം ചുരുങ്ങി പോകുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഒരു പക്ഷേ ഡൊമസ്റ്റിക് ആനിമൽസുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള നമ്മുടെ വീടുകളിലെ മറ്റ് പെറ്റ്സും തുടങ്ങിയ ആ വിഭാഗത്തിലുള്ള മറ്റു എന്താ പറയാ മനുഷ്യൻ ഇതര ജീവികളെ കൂടി പരിഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള NGOs ഉണ്ട്. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOസിന്റെ പ്രവർത്തനം നമ്മൾ അവരുടെ സെക്ടറിലെ NGOസിനെ കണ്ടെത്തുകയും ഡൊമസ്റ്റിക് ആനിമൽസും അല്ലെങ്കിൽ മറ്റു ആനിമൽസിനും ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് കുടിവെള്ളമായിരിക്കാം, അല്ലെങ്കിൽ സുരക്ഷിതമായ ഷെൽട്ടർ ആയിരിക്കാം, അത്തരം കാര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള NGOകളുടെ പ്രവർത്തനം കൂടി ഇതിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് NGOകളുടെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും സർക്കാർ സംവിധാനങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കാത്ത മേഖലകളിൽ അധികമായ സർവീസുകൾ നൽകുന്നതിനും തന്നെയായിരിക്കണം NGOകളുടെ പ്രവർത്തനം കൂടുതലായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. അതേസമയം NGOകൾക്ക് പരിമിതികളുണ്ട്. പരിമിതി നമുക്ക് എപ്പോഴും പറയാം, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഫണ്ടിങ് കൺസ്ട്രെയിൻസ് അവർക്ക് ഉണ്ടായിരിക്കും. സോ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡോണർ ഏജൻസികളിൽ നിന്നും ഈ ഒരു ഹീറ്റ് വേവ് സംബന്ധമായിട്ടുള്ള ഫണ്ടിങ് സാധ്യതകൾ കണ്ടെത്തുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടായിരിക്കണം. സോ KSDMA ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾ ഇത്തരത്തിലുള്ള നാഷണൽ ഇന്റർനാഷണൽ ഫണ്ടിങ് സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുന്നതിനുള്ള എന്താ പറയുക ഒരു ഗേറ്റ് വേ എന്ന രീതിയിൽ കൂടി NGOകൾക്ക് അവർ അതിനുകൂടി എനേബിൾ ചെയ്യുന്ന ഒരു പൊസിഷൻ KSDMAയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ NGOസിന് കുറച്ചുകൂടി ആ കൺസ്ട്രെയിൻ മറികടന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. സോ ഇത്രയുമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. നമുക്ക് ചർച്ചയുടെ ഭാഗമായിട്ട് പിന്നീട് ആഡ് ചെയ്യാം. താങ്ക് യു. നന്ദി ശ്രീ വിജീഷ് സർ. ഗ്രാസ് റൂട്ട് തലത്തിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസും കുട്ടികൾ, മുതിർന്നവർ, മൈഗ്രന്റ് ലേബർ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധമായ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് പ്രാദേശിക തലത്തിൽ ചൂട് അല്ലെങ്കിൽ ഉഷ്ണതരംഗത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും അതിനെ ശക്തിപ്പെടുത്തണമെന്നുള്ള പ്രാധാന്യവും നടന്നു വരുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ പരിമിതികളും എല്ലാം വ്യക്തമാക്കിയതിൽ വളരെയധികം നന്ദി. നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ടാണ് വെട്ടിച്ചുരുക്കുന്നത്. മറ്റുള്ളവർക്ക് സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ അഭിപ്രായങ്ങളും പങ്കുവെക്കാവുന്നതാണ്. ഇത് നമ്മൾ തുറന്ന ചർച്ചയിലേക്ക് പോകുമ്പോൾ എടുക്കാവുന്നതാണ്. സോ ആർക്കെങ്കിലും അതാത് സെഷനുകളിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് അടുത്തതായി മൂന്നാം പ്രഭാഷണം ശ്രീ സൈൽജോ അബ്രഹാം, ADRA ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹം നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്റർ ആയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്.
അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഉഷ്ണതരംഗത്തിൻ്റെ പ്രതിരോധം, ദേശീയ തലത്തിൽ ചൂടും ഉഷ്ണതരംഗത്തിൻ്റെ മുന്നൊരുക്കങ്ങളും, അതിന് വിവിധമായ തന്ത്രങ്ങളും മുൻകരുതലുകളും പ്രവർത്തനങ്ങളും എന്നുള്ള വിഷയത്തിൽ ആണ് സിൽജോ സംസാരിക്കുന്നത്. സിൽജോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധമായ നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്ററാണ് ഈ ഓർഗനൈസേഷൻ്റെ. വിവിധമായ ഹ്യൂമാനിറ്റേറിയൻ DRR പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇന്ത്യയിലൊട്ടാകെ പലയിടങ്ങളിൽ ഡിസാസ്റ്റർ റെസ്പോൺസുമായിട്ടും റെസിലിയൻസ് ബിൽഡിങ്ങുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. NDMA, ICARs എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലൂടെ ഹീറ്റ് വേവ് പ്രിപ്പയർഡ്നെസ് ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീ സൈൽജോ, സ്വാഗതം. ഹായ് എവ്രിവൺ, എൻ്റെ പേര് സിൽജോ ഇബ്രാഹിം. സമയമുള്ളതുകൊണ്ട് 10 മിനിറ്റിൽ ചുരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Sure, thank you. Thank you, ശ്രീറാം സർ. ആൻഡ് ഇവിടെ വരാൻ തന്നെ എനിക്ക് തന്നെ ഈ അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്പിയർ ഇന്ത്യ അക്കാഡമിക്കും ഓർഗനൈസേഴ്സിനും ഫസ്റ്റ്ലി താങ്ക്സ് പറയുന്നു. ആൻഡ് സെക്കൻഡ്ലി ഒരു ചെറിയ അപ്പോളജി. എൻ്റെ മലയാളം ലാംഗ്വേജ് അത്ര ഫോർമൽ മലയാളം ലാംഗ്വേജ് അല്ല, അപ്പം ചില വാക്കുകളൊന്നും എനിക്ക് അറിയത്തില്ല. സോ അതിനുവേണ്ടിയുള്ള അപ്പോളജീസ്. ബട്ട് ദെൻ ഇവിടെ നമുക്ക് കുറെ എക്സ്പേർട്സ് ഉണ്ട്. ഉള്ള ഇത്രയും നേരം ഞാൻ മലയാളം കേട്ടപ്പോൾ തന്നെ കുറച്ച് കോൺഷ്യസ് ആവുന്നുണ്ട്. സോ അപ്പോളജീസ് ഫോർ ദാറ്റ്. പക്ഷേ കൺസിഡറിങ് ദാറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഫോറമിൽ വരാൻ പറ്റിയതും ഇത്ര എക്സ്പേർട്സിന്റെ ഇടയ്ക്ക് വരാൻ പറ്റിയതും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയമായിട്ട് ഞാൻ എടുത്തേക്കുന്ന എനിക്ക് തന്ന വിഷയം നമ്മുടെ രാജ്യത്തിൽ പൊതുവെ നമ്മൾ ഈ നാഷണൽ ലെവലിൽ നമ്മൾ കേരളത്തെ പറ്റി അറിഞ്ഞു. നമ്മളിന്ന് പല സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി നമ്മൾ കണ്ടു, എങ്ങനെയാണ് കേരളം ഇമ്പാക്ട് ആവുന്നതും, പിന്നെ നമ്മുടെ കോർഡിനേഷനെ എങ്ങനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം, പല ആക്ടേഴ്സിന്റെ റോൾ എന്തുമാത്രമാണ്, അതൊക്കെ നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഇപ്പോൾ അറിഞ്ഞു. അപ്പൊ ഇനി ഞാൻ കുറച്ച് സ്പോട്ട്ലൈറ്റ് തരാൻ നോക്കുന്നത് നമ്മുടെ നാഷണൽ ലെവലിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ഇപ്പം ഓൾറെഡി നടക്കുന്ന എന്താണ് ഹീറ്റ് വേവ് ഇമ്പാക്ട്, അതിന്റെ എന്താണ് കാരണങ്ങൾ, എങ്ങനെ അതിനെ നമുക്ക് നേരിടാൻ പറ്റും, പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആന്റിസിപ്പേറ്ററി ആക്ഷൻ എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ഹീറ്റിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന ഒരു ടോപ്പിക്കിനെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പരമാവധി ടൈമിന് നിൽക്കാം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ആദ്യമായിട്ട് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഹീറ്റ് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, ഹീറ്റ് വേവ് ആണെന്നും ഹീറ്റ് വേവിന്റെ കാരണങ്ങൾ നമ്മൾ പലരും കേൾക്കുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ് ആണെന്നും അർബനൈസേഷൻ, ഡിഫോറസ്റ്റേഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനെ അൾട്ടിമേറ്റ്ലി നമ്മൾ സമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടാണെന്നും. ആൻഡ് ഇത് കാരണം തന്നെ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് ഇതിൽ ഒരു മേജർ ഇമ്പാക്ട് ആണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഒരു വേറെ അഡീഷണൽ ഫാക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാരണമാണ് എൽ നിനോ എന്ന് പറയുന്നത്. ഇപ്പൊ എൽ നിനോ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് പലർക്കും അറിയായിരിക്കും. നമ്മുടെ പസഫിക് ഓഷ്യന്റെ ടെമ്പറേച്ചർ നോർമലി ഇച്ചിരി കൂടെ വാം ആകുമ്പോഴത്തേക്ക് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടും. അത് കാരണം വരുന്ന എക്സ്ട്രീം ഇവന്റ്സ് കൂടും. നോട്ട് ജസ്റ്റ് ഹീറ്റ് വേവ് അതിൽ ഒന്നാണ്. അപ്പൊ അതും കൂടെ കൂടുന്ന കാരണം ഉണ്ടാവുന്ന എഫക്ട്സ് ആണ് ഇതിനെ ഹീറ്റ് വേവിനെ കുറച്ചുകൂടെ ഇന്റൻസിഫൈ, കുറച്ചുകൂടെ കൂടുന്നത്, അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി വരുന്നത് എത്രമാത്രമാണ് വരുന്ന നേരത്തെ വന്നുകൊണ്ടിരുന്ന ദിവസത്തെക്കാട്ടിൽ ഇപ്പം കൂടുതൽ ദിവസങ്ങളിൽ നമ്മൾ ഹീറ്റ് വേവ് അനുഭവിക്കുന്നു. അതിനൊക്കെയുള്ള കാരണം അതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല് ഇത് പല കാര്യങ്ങളും ഈ ഹീറ്റ് വേവ് ആയാലും ഇന്ന് നമ്മുടെ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു കാരണം നമ്മുടെ തന്നെ ഒരു നമ്മുടെ ജീവിത ശൈലി. നമ്മൾ പഴയ കാലത്ത് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അപ്പച്ചനമ്മച്ചിമാർ പറഞ്ഞു തന്ന അവരുടെ ഒരു ഗ്രാമീണ ഒരു ജീവിതം അതുപോലെയല്ല ഇന്ന് എനിക്ക് ടെക്നോളജി വേണം. എനിക്ക് അറിഞ്ഞിട്ട് പോലും ഞാനിപ്പം പൊല്യൂഷൻ എന്താണെന്നും ഹീറ്റ് എന്താണെന്നും ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നും അറിഞ്ഞിട്ട് പോലും എനിക്ക് പേഴ്സണൽ വെഹിക്കിൾ ഇല്ലാതെ എനിക്ക് ട്രാവൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. പക്ഷെ അതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ഇത് നമ്മുടെ ഇമ്പാക്ട് ആണ്. അപ്പൊ നമുക്ക് അതിലൊക്കെ നമുക്ക് എത്രമാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, ഇതിനെയൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതിലും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ്ലി നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 2000 മുതൽ 2019 എന്ന ഒരു കാലാവധിയിൽ നമുക്ക് 7348 മേജർ ഡിസാസ്റ്റേഴ്സ് ഗ്ലോബലി റിപ്പോർട്ട് ചെയ്തേക്കുന്നു. അതിലെ കൺസേണിങ് ഫാക്ടർ എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ 2 ഡിക്കേഡ്സിൽ ഇതിനെക്കാട്ടിലും പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് മീൻസ് 4212. ആൻഡ് അതേ സ്ഥാനത്ത് നമ്മൾ ഇന്ത്യയിൽ ഒരു നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഇത് നടന്ന ഒരു ഹീറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ്
അതിന്റെ പെർസെൻറ്റേജ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രാഫ് കാണുന്നത്. ഇത് നമുക്ക് നമ്മുടെ ആനുവൽ ക്ലൈമറ്റ് റിപ്പോർട്ട് നമ്മുടെ IMDയും NDMയും മിനിസ്ട്രി ഓഫ് എർത്ത് ആൻഡ് സയൻസ് അവർ റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഹീറ്റ് വേവ് കാരണം ഇന്ത്യയിൽ നടന്ന ഡെത്ത്സ് ഏകദേശം 4059 അത് കഴിഞ്ഞ് നമ്മളിപ്പം കുറച്ചു മുമ്പ് നമ്മൾ കണ്ട സ്റ്റാർട്ട് ചെയ്യുന്ന ഇച്ചിരി മാറിയാണ് ഇതില്. ആൻഡ് ഇതിൽ കൺസേണിങ് ഫാക്ടർ എന്ന് വെച്ചാൽ ഹീറ്റ് വേവ് നമ്മൾ ആരും ഒരിക്കലും കൺസിഡർ ചെയ്യാത്ത ഒരു ഡിസാസ്റ്റർ ഇന്നത് നമ്മളെ ബാധിക്കുന്ന തേർഡ് മോസ്റ്റ് ഡേഞ്ചറസ് ഒരു ഡിസാസ്റ്റർ ആയി മാറിയേക്കാണ്. ആൻഡ് ഇതിന്റെ നമ്മൾ വൾണറബിലിറ്റി ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ വൾണറബിൾ പോപ്പുലേഷൻസിനെയാണ്. വൾണറബിൾ പോപ്പുലേഷൻ, മാർജിനലൈസ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി വേജ് ലേബറേഴ്സ്, നമ്മുടെ മൈഗ്രന്റ് വർക്കേഴ്സ്, അല്ലെങ്കിൽ ഹോക്കേഴ്സ്, അല്ലെങ്കിൽ സ്ത്രീകൾ, കുട്ടികൾ, ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറിച്ച് ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഹെൽത്ത് വൈസ് അത്ര ഇച്ചിരി വീക്കായ ആൾക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. പ്ലസ് ഈ ക്ലൈമറ്റ് സെൻസിറ്റീവ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക്, ആട് അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ മീൻപിടുത്തക്കാർ, അങ്ങനത്തെ ആൾക്കാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ആൻഡ് ഇത് കാരണം വേറെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ നമ്മുടെ പലയിടത്തും നമ്മുടെ വെള്ളത്തിന് ക്ഷാമമാകുന്നു. അല്ലെങ്കിൽ മഴക്കാലം, ഇപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചാൽ എപ്പം വേണമെങ്കിലും മഴ പെയ്യാം. നമ്മൾ നേരത്തെ പറയുമായിരുന്നു വേനൽക്കാലം അല്ലെങ്കിൽ മഴക്കാലം, പക്ഷെ ഇന്ന് അങ്ങനെ ഒരു കാലങ്ങളേ ഇല്ല. എപ്പം വേണമെങ്കിലും ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിൽ വന്നപ്പോൾ ഡിസംബറിലും മഴയുണ്ട്, മെയ് പോയാൽ മെയിലും മഴയുണ്ട്, പക്ഷെ മെയില് ചൂടുണ്ട്, അടുത്ത ദിവസം ചൂടും വരും. സോ അങ്ങനത്തെ ഒരു പാറ്റേൺ ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പം ഈ ഹീറ്റ് വേവിന്റെ നമ്മൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം 1901 മുതലാണ് ആക്ച്വലി ഇന്ത്യയിൽ ഹീറ്റ് വേവ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് അന്ന് മുതൽ ഇപ്പം നമ്മൾ റെക്കോർഡ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിലെ ഏറ്റവും വാർമസ്റ്റ് ഇയർ. അത് ഗ്ലോബലിയും അങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ കുറച്ചു മുമ്പ് അതും കേട്ടായിരുന്നു. ആൻഡ് മാർച്ച് 15 തൊട്ട് 17 വരെ ഇന്ത്യയിലെ നമ്മുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ പല റീജിയനിൽ നിന്നും സിവിയർ ഹീറ്റ് വേവ് പലയിടത്തും പറഞ്ഞു. ആൻഡ് രാജസ്ഥാനിൽ അത് 50 ഡിഗ്രി വരെയും ആ ഹീറ്റിന്റെ അത് പോയായിരുന്നു. ആൻഡ് ഇതിൽ എഫക്ട് ആവുന്ന പല സെക്ടേഴ്സ് ഇതിൽ എഫക്ട് ആവുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് കാരണം നമ്മുടെ ഹീറ്റ് സ്ട്രോക്സ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേറ്റ് ആവുന്നത്, നമുക്ക് ബോഡിയിൽ വരുന്ന നമ്മുടെ ഇമ്പാക്ട്സ് അത് ഭയങ്കരമാണ്. നമ്മുടെ കൃഷികളിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നു. പല ആൾക്കാർ ജോലി നഷ്ടപ്പെടുന്നു. നമ്മളിപ്പം ഈ ILOയുടെ ഒരു റീസെന്റ് റിപ്പോർട്ട് വന്നതിൽ നമ്മൾ കേട്ടെന്ന് വെച്ചാൽ ഏകദേശം 5.8% അവേഴ്സ് നമ്മൾ 2020 വരെ നമ്മുടെ നഷ്ടമാവും ബിക്കോസ് ഓഫ് ഹീറ്റ് വേവ്. ആൻഡ് അത് കാരണം തന്നെ 34 മില്യൺ ജോബ്സ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വേറെ ഒരു ഇപ്പൊ റൈറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ 2024 മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ വന്ന ഹീറ്റ് വേവ്സിന്റെ ഇമ്പാക്ട് ആണ്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 7-8 സ്റ്റേറ്റ്സിനെ വിട്ടിട്ട് ബാക്കി ഒട്ടുമിക്ക സ്റ്റേറ്റ്സുകളിൽ എല്ലായിടത്തും ഹീറ്റ് വേവിന്റെ നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഈ ചുമന്നതെന്ന് വെച്ചാൽ 30 ദിവസങ്ങൾ കൂടുതൽ ദിവസങ്ങളിൽ അവിടെ ഹീറ്റ് വേവ് ഉണ്ടായി. ആൻഡ് കേരളം പോലെ ഒരു കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ നേരത്തെ ഒക്കെ ഒരിക്കലും അങ്ങനത്തെ ഹീറ്റ് വേവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇന്ന് അവിടെയും ഏകദേശം 20 ഡേയ്സോളം ഹീറ്റ് വേവ് അവിടെയും റിപ്പോർട്ട് ആയെന്ന് കാണിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നമുക്ക് ഈ നാഷണൽ ലെവലിൽ നമുക്കിപ്പം ഹീറ്റ് വേവിനെ നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും, അതിനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നേരിടാൻ പറ്റും എന്നത് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ 4 രീതിയിലാണ് മെയിൻ. പല രീതികളുണ്ട്, പല സ്റ്റെപ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതിന്റെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് ആക്ഷൻ പ്ലാൻ. അപ്പം ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് നമ്മുടെ കുറച്ച് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻസ് നമ്മൾ എല്ലാവരും എടുക്കേണ്ട നമ്മുടെ ഹീറ്റിനെ നേരിടാനും അത് കാരണം ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഹെൽത്ത് റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ആണ് അതിൽ ഉള്ളത്. അത് പല സ്റ്റേറ്റ്സിലും അത് ഉണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ആദ്യമായിട്ട് അഹമ്മദാബാദിന്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ, നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെൽത്ത് അവര് മുഖേന അവരുണ്ടാക്കി. അതിനുശേഷം ഇത് പലയിടത്ത് റിപ്ലിക്കേറ്റ് ആയി. പക്ഷെ ഇന്നും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അത് പല സ്റ്റേറ്റ്സിലും ഇല്ല. അത് ഉണ്ടെങ്കിൽ പോലും അത് പലയിടത്തും അത് അപ്ഡേറ്റഡ് അല്ല, അത് റിവൈസ്ഡ് അല്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറെ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ ആണ് നമ്മുടെ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റംസിനെ നമുക്ക് കുറച്ചുകൂടെ അത് ഓൾറെഡി ഉണ്ട്, അതിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം. പിന്നെ ഹെൽത്ത് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പല ഇന്റർവെൻഷൻസ് ഓൾറെഡി നടക്കാറുണ്ട്. നമ്മൾ ഹീറ്റിന്റെ ആ ഒരു സമയം ഇപ്പോഴേ ഓൾറെഡി നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മൾ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞു.
ആൻഡ് ഇനിയുള്ള നാളുകളിൽ നമ്മൾ അതിനെ മുന്നോട്ടും അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ കൂളിംഗ് സെന്റേഴ്സ്, വാട്ടർ സ്റ്റേഷൻസും ഇങ്ങനത്തെ ഷെയ്ഡഡ് ഏരിയാസിനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. പിന്നെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് നമ്മുടെ ഹീറ്റ് വേവ് പ്രിപ്പയർനെസിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അത് കഴിഞ്ഞ സ്പീക്കറും പറഞ്ഞാണ് നമ്മൾ പബ്ലിക്കിനെ അവെയർ ചെയ്യുന്നത്, അവരുടെ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതും അവർക്ക് കൊടുക്കേണ്ട അഡ്വൈസറീസ് കൊടുക്കുന്നതും ഒക്കെ. പിന്നെ ഇതിനെ എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ജനറൽ ഒരു ചാലഞ്ചസ് എന്ന് വെച്ചാൽ നാലെണ്ണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പോളിസി ഗ്യാപ്പിലുള്ളത്. ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് ഫോർ എക്സാമ്പിൾ പലയിടത്തും ഉണ്ട്, പക്ഷെ അത് പലയിടത്തും ഇല്ലതാനും. ഇപ്പം നമുക്കറിയാം കേരളം ഒരു മോഡൽ സ്റ്റേറ്റ് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിൽ തന്നെയാണ് കേരളത്തിലുള്ള ഒരു മോഡൽ സംഭവമാണ് നമ്മൾ ഓറഞ്ച് ബുക്ക്, നമ്മുടെ ആദ്യത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ അത് കേരളത്തിൽ നമ്മുടെ KSDBയുടെ വെബ്സൈറ്റിലുണ്ട്. അത് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അറിയാം അതിൽ എങ്ങനെ ആര് എന്ത് എപ്പോ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരു ഹീറ്റിനെ നേരിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതെല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് പല സ്റ്റേറ്റുകളിലും ഇന്നത്തെ കാലത്ത് മിസ്സിംഗ് ആണ്. അല്ലെങ്കിൽ നോട്ട് ജസ്റ്റ് സ്റ്റേറ്റ് ലെവൽ, അത് നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ, സ്കൂൾ ലെവൽ, പഞ്ചായത്ത് ലെവൽ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലെവൽ ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പ്ലസ് ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ട്. ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും പല ഫണ്ടിങ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് അതിനെ സ്ട്രെങ്തൻ ചെയ്യണം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ജനറലി സ്ട്രെങ്തൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഡാറ്റ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഏർലി വാർണിംഗ്സ് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടുന്ന അത് കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആവണം. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ അതൊരു ബുദ്ധിമുട്ടാറുണ്ട്. പ്ലസ് നമ്മുടെ ഈ നഗരങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം, ഇന്നത്തെ കാലത്ത് പഴയ ഗ്രാമങ്ങളെല്ലാം ഡെവലപ്പ് ആയി വന്നു അത് ഒരു പ്ലാൻ ഇല്ലാത്ത രീതി അൺപ്ലാൻഡ് സിറ്റീസ് നമ്മൾ ഡെവലപ്പ് ആയി വരുന്നു. അത് കാരണം അവിടെ ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീനറി ഇല്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള നാച്ചുറൽ റിസോഴ്സസ് ഇല്ല. അത് കാരണം ഇത് ഇങ്ങനത്തെ നമുക്ക് പ്ലാൻസ് അല്ലെങ്കിൽ നാഷണൽ പ്രിപ്പയർനെസ്സിന് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. മൂവിങ് അഹെഡ് 2 മിനിറ്റിൽ യെസ്, നമുക്ക് ഒരു സ്പീക്കറും കൂടി ഉള്ളത് കൊണ്ടാണ്, സോറി. യെസ്, നോ വറീസ്. സോ ഇതിൽ അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു ആന്റിസിപ്പേറ്ററി ആക്ഷൻ എന്താണെന്ന്. ആന്റിസിപ്പേറ്ററി ആക്ഷൻ എന്ന് വെച്ചാൽ ചുരുക്കമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിസാസ്റ്ററിന്റെ വാർണിംഗ് കിട്ടി, അതിന്റെ പിന്നെ ഓൺസെറ്റ്, ആ ഡിസാസ്റ്റർ നടക്കുന്ന ആ സമയം, അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസിനാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ആന്റിസിപ്പേറ്ററി ആക്ഷൻ നമുക്ക് ഇന്ത്യ അൺഫോർച്ചുനേറ്റ്ലി അത് ഇച്ചിരി പുറകിലാണ്. പക്ഷെ ഗ്ലോബലി ഇപ്പം OCHA റെക്കഗ്നൈസ്ഡ് ആന്റിസിപ്പേറ്ററി ആക്ഷൻ ഉള്ള പല രാജ്യങ്ങളും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാപ്പിൽ അത് കാണാൻ പറ്റും. ആൻഡ് ഇതിന്റെ മണ്ടയ്ക്ക് റീസെന്റ് ആഡ്ര ഇന്ത്യ NDMAയുടെ കൂടെ നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കൂടെ ഒരു സ്റ്റഡി നടത്തി. നമ്മുടെ ആന്റിസിപ്പേറ്ററി ആക്ഷന്റെ ഒരു ഫീസിബിലിറ്റിയും അതിന്റെ നമുക്കൊരു എവിടെയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനിങ് സ്റ്റേറ്റസും എന്താണെന്നും അത് ഡിഫറെന്റ് ക്ലൈമാറ്റിക് സോൺസിൽ എന്താണ് അവസ്ഥ എന്ന് കാണാൻ വേണ്ടിയിട്ട് പല സ്റ്റേറ്റ്സിൽ നമ്മൾ നടത്തി. അതിന്റെ ഇപ്പം ഒരു ഫൈൻഡിങ്സ് ആയിട്ട് നടത്തുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഹീറ്റ് വേവ്സ് നേരത്തെക്കാട്ടിലും ഇപ്പം കുറച്ചുകൂടെ കൂടി കഴിഞ്ഞു. ദിവസങ്ങൾ അതിന്റെ കൂടി, നമ്പർ ഓഫ് ഹീറ്റ് വേവ് ഡേയ്സ് അത് കൂടി. നമുക്ക് കിട്ടുന്ന ലീഡ് ടൈം, ഒരു വാർണിംഗ് കിട്ടുന്നതിന്റെ ഒരു ലീഡ് ടൈം കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസം കിട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കത് ഇപ്പൊ അത്രയും കിട്ടാറില്ല. അതിന്റെ ഒരു ആക്യുറസി ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത് മോഡറേറ്റ് ആണ്. പ്ലസ് നമുക്ക് കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് കൂളിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാംസ്, അതൊക്കെ നമുക്ക് അണ്ടർ റിസോഴ്സ്ഡ് ആണ്. ആൻഡ് പ്ലസ് ഇതിന്റെ വേറെ നമുക്ക് ഗ്യാപ്സ് നമുക്ക് ഇപ്പോഴത്തെ സിസ്റ്റമിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മുടെ ഫോർകാസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിലും അത് സ്പെസിഫിക് ലോക്കലൈസ്ഡ് അല്ല അത്. പ്ലസ് അത് നമുക്കൊരു റിയൽ ടൈം ഡേറ്റയുടെ നമുക്ക് നീഡ് ഉണ്ട്. ആൻഡ് പ്ലസ് ഡെയിലി വേജ് ലേബറേഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമൽ വർക്കിംഗ് സെക്ടേഴ്സ് അവർ കൂടുതൽ ഇമ്പാക്ട് ആവുന്നുണ്ട്. പക്ഷെ അവർ മിസ് ചെയ്യുന്ന ആ വർക്കിംഗ് ഡേയ്സിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് അവർക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഫൈനലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇതിന്റെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ വേ ഫോർവേഡ്. സോ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ഫസ്റ്റ്ലി ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ അക്രോസ് ദ സ്റ്റേറ്റ്. എല്ലായിടത്തും അതിന്റെ ആവശ്യമുണ്ട്. അക്രോസ് ദ സ്റ്റേറ്റ്, അക്രോസ് ഓൾ ദ സെക്ടേഴ്സ്, അക്രോസ് ഓൾ ദ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്ലസ് നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ നമുക്ക് കുറച്ചുകൂടി റെസിലിയന്റ് ആക്കണം, ക്ലൈമറ്റ് റെസിലിയന്റ് ആക്കണം. നമുക്ക് നമ്മുടെ മേൽക്കൂരകൾ തണുപ്പിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ അർബൻ ഗ്രീനിങ് അങ്ങനത്തെ രീതികൾ. പിന്നെ ലോക്കലൈസ്ഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ പബ്ലിക് അവയർനെസ്, കമ്മ്യൂണിറ്റിയുടെ സെന്റർ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്പീക്കർ കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവ് ആണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതും നമുക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് എത്ര ഇൻവോൾവ് ആയി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പം അവരുടെ ഇൻപുട്സും കൂടെ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിൽ ഏറ്റവും നമുക്ക് ഇന്റഗ്രൽ പാർട്ടാണ്, എല്ലാം നമ്മൾ ചെയ്യുമ്പം അതിലെ
പല ആക്ടേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പൊ അവരെല്ലാവരും കൂടെ നമുക്ക് കൂട്ടിച്ചേർത്ത് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും അതിലും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. So that's it from my side. Thank you so much for this opportunity. And എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ I'll be happy to take over to you, Sriram. Thank you. താങ്ക് യു സിൽജോ. സിൽജോ, ഇത് ടോപ്പിക്കൽ ഉഷ്ണതരംഗത്തിൻ്റെ പ്രശ്നങ്ങളും ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളും അതിനെ നേരിടാനുള്ള ശ്രമങ്ങളും അവയുടെ പരിമിതികളും മനസ്സിലാക്കാൻ സിൽജയുടെ പ്രസൻറ്റേഷനും അതിൽ വേ ഫോർവേഡ് പറഞ്ഞതുപോലെ പല പ്രവർത്തനങ്ങളും പല സ്റ്റേറ്റുകളിൽ ഇനിയും തുടങ്ങാനുള്ളതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും കേരളം ഒരു മാതൃകയായി മാറാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സിൽജോ. അടുത്തതായി നാലാമത്തെ പ്രഭാഷണം ശ്രീ ആനി ജോർജ്. ആനി ജോർജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഡം ഇർമയിൽ നിന്നും റൂറൽ മാനേജ്മെൻറ്റിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ 20 കൊല്ലത്തിൽ കൂടുതലായി ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ്. നന്ദി മാഡം ഈ സംവാദത്തിൽ പങ്കെടുത്തതിന്. മാഡത്തിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നീണ്ടകാല നയരൂപീകരണവും അതിനായിട്ടുള്ള തന്ത്രങ്ങളും ചൂടുമായി ബന്ധപ്പെട്ട് എങ്ങനെ കേരളത്തിൽ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ് മാഡം സംസാരിക്കാൻ പോകുന്നത്. മാഡത്തിനും ഒരു സമയപരിധിയുണ്ട്, 10 മിനിറ്റ്. വി ആർ ഓവർ ഷൂട്ടിംഗ് ഓൺ ടൈം. സോ ഒരു ഡിസ്കഷൻ എന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്ക് സംവദിക്കാം എന്ന് വിചാരിക്കുന്നു. അതിനിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചോദ്യോത്തര വേളയിൽ അത് എടുക്കാവുന്നതാണ്. താങ്ക് യു. ഓവർ ടു യു മാം. താങ്ക് യു. Thank you, Sriram. Am I audible, Sriram? യെസ് മാം. യെസ്. Okay. വിഷ്ണു എൻ്റെ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാമോ? ഇതാണ് നമ്മൾ കോർഡിനേറ്റഡ് എഫേർട്ട് എന്ന് പറയുന്നത്. സോ താങ്ക് യു വിഷ്ണു. എൻ്റെ സബ്ജക്റ്റ് പോളിസി ഫ്രെയിംവർക്സ് ഫോർ ഹീറ്റ് വേവ് ആണ്. നമ്മൾ നേരത്തെ കേട്ട സ്പീക്കേഴ്സ് കമ്മ്യൂണിറ്റി എന്തുവാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു കോംപ്ലെക്സിറ്റി, അതിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു. കഴിഞ്ഞ സ്പീക്കർ സിൽജോ പറഞ്ഞത് ഒരു ഏരിയ പുള്ളി വളരെ ക്വയറ്റായിട്ട് അത് വിട്ടു, അത് പോളിസി ഗ്യാപ്സ് ആയിരുന്നു. സോ പോളിസിയിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഫ്രെയിംവർക്സ് എന്തൊക്കെയാണ്, എവിടെയാണ് ഗ്യാപ്സ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അതാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ നോക്കുന്നത്. എൻ്റെ ലാസ്റ്റ് പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നേരത്തെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ഞാൻ ആ 10 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. ശ്രീറാം, ലെറ്റ്സ് സി. പ്ലീസ് ഫീൽ ഫ്രീ ടു സ്റ്റോപ്പ് മീ. ഓക്കെ. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രൊഫഷണൽസിന് ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ എല്ലാം ഒരു ഇവന്റ് ആയിട്ടാണ് കരുതുന്നത്. ഒരു ഫ്ലഡ് വന്നു, അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ്, അതിന്റെ എൻഡ് ഡേറ്റ്. ലൈറ്റ്നിങ് ഒരു ഇവന്റ് ആണ്, അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ്, അതിന്റെ എൻഡ് ടൈം. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ ചെയ്തിരിക്കുക നമ്മുടെ ബ്രെയിൻസിനെ. തുടങ്ങിയത് എപ്പോഴാണ്, തീർന്നത് എപ്പോഴാണ്, അതൊരു ഇവന്റ് ആണ്. ഇവന്റ് മാനേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇത് കരുതുന്നത്. പക്ഷെ ഈ സ്ലോ മൂവിങ് ഡിസാസ്റ്റേഴ്സ്, സൈലന്റ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിന് അങ്ങനെ ഒരു സ്റ്റാർട്ട് ഡേറ്റ് ഇല്ല, ഒരു എൻഡ് ഡേറ്റ് ഇല്ല. അന്നേരം ബിക്കോസ് ആ ബ്രെയിൻസ് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ ടെമ്പറേച്ചർ കൂടി 2 ദിവസത്തിൽ കൂടുതൽ 40 ഡിഗ്രീസിൽ കൂടുതൽ ഇൻ പ്ലെയിൻസ് വരുവാണെങ്കിൽ വി ആർ റിലേറ്റിംഗ് ഇറ്റ് ടു എൻ ഇവന്റ്. എനിക്ക് തോന്നുന്നത് അതാണ് ആദ്യത്തെ ഒരു പോളിസി ഗ്യാപ്പ്. ദാറ്റ് ഈസ് നമ്മൾ ഇതിനെ എല്ലാം ഒരു ഇവന്റ് ആയിട്ട് കാണും. അതുവരെ ഇത് ഒരു സുപ്രഭാതത്തിൽ അത് 40 ഡിഗ്രി ആയതല്ല, അത് പതുക്കെ 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 അത് ഗ്രോ ചെയ്ത് അവിടെ വരുവാൻ. അപ്പൊ ആ 40 ഡിഗ്രീസ് വരെ ഉള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? എനിവേ, അത് നമുക്ക് പിന്നെ നോക്കാം. ബട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മുടെ ഈ സ്ലോ മൂവിങ് ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ സൈലന്റ് ഡിസാസ്റ്റേഴ്സ് കൂടി വരുന്നുണ്ട്. ഹീറ്റ് വേവ്സ് ഫോർ എക്സാമ്പിൾ, IMDയുടെ കണക്കനുസരിച്ച് തന്നെ കഴിഞ്ഞ സമ്മറിൽ 536 ഹീറ്റ് വേവ് ഡേയ്സ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം. ഫഹദ് മുമ്പേ പറഞ്ഞതിന്റെ കൂട്ടം മേ ബി നെക്സ്റ്റ് ഇയർ നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ വർഷത്തെ കണക്കായിരിക്കും പറഞ്ഞത്. എവറി ഇയർ ഇറ്റ്സ് ഇൻക്രീസിങ്. ഇതുപോലെ തന്നെ can you go to the next one please? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നാഷണൽ ലെവൽ റെസ്പോൺസ് എന്താണ്?
നാഷണൽ ലെവൽ റെസ്പോൺസ് ജൂലൈയിൽ പാർലമെന്റിനോട് പറഞ്ഞേക്കുന്നത് നോ പ്ലാൻ ടു ക്ലാസിഫൈ ഇറ്റ് ആസ് എ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രൽ ഇതിന്റെ ഫണ്ട്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫഹദ് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് കേരളം പലതവണ നാഷണൽ ലെവലിൽ അപ്രോച്ച് ചെയ്തിട്ട് 2018-19 നമുക്കിത് സ്റ്റേറ്റിന്റെ അടിയിൽ ഒരു നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പൊ ഈ സ്റ്റേറ്റിന്റെ അടിയിൽ ഒരു ഡിസാസ്റ്റർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റിന്റെ ഫണ്ട്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് എന്താണ് നാഷണൽ ലെവലിൽ റെസ്പോൺസ് വന്നിരിക്കുന്നത്? കുറെ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇഷ്യൂയിങ് ഹീറ്റ് ഇൻഡെക്സ് ഫോർകാസ്റ്റ്സ്, ഏർലി വാർണിംഗ്സ്, ഇംപ്ലിമെന്റിംഗ് ഹീറ്റ് ആക്ഷൻ പ്ലാൻസ്, അഡ്വൈസറീസ്. പക്ഷെ ഇതിനൊക്കെ ഒരു ലീഗൽ സ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് ഇതൊരു അഡ്വൈസറായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. ഇത് അവർക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. മുമ്പേ ഫഹദ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഹൗ മെനി 13 നോട്ടിഫൈഡ് നാഷണൽ ലെവൽ നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അതല്ലാതെ കേരളം വളരെ പ്രൊആക്റ്റീവായിട്ട് 6 വേറെ ഡിസാസ്റ്റേഴ്സ് സ്റ്റേറ്റ് ലെവൽ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഹീറ്റ് വേവ്, സൺസ്ട്രോക്ക് എക്സെട്ര. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആസ് പെർ NDMA ഗൈഡ് ലൈൻസ് SDRF ടോട്ടൽ ഫണ്ട്സിന്ന് നമുക്ക് അതിൻ്റെ 10% എടുക്കാൻ പറ്റത്തുള്ളൂ ഫോർ സ്റ്റേറ്റ് നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ്. നമ്മൾ ഓൾറെഡി 6 ഡിസാസ്റ്റേഴ്സ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ 6 ഡിസാസ്റ്ററിൽ സോയിൽ പൈപ്പിംഗ്, സ്ട്രോങ് വിൻഡ്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ 10% ഒതുങ്ങി നിൽക്കണം നമുക്ക് ഇത്രയും കാര്യങ്ങൾ. പക്ഷേ മുമ്പേ വിജീഷുമൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ ഇപ്പൊ എത്രയോ സ്റ്റേറ്റ്സിൽ ഹീറ്റ് കൂടുതലായിട്ട് ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നിൽക്കാൻ പറ്റും, ഇത് വേറൊരു പോളിസി ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Criteria for declaration, like Fahad had already said, നമുക്ക് ഇത് ഫോർകാസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ IMD നമുക്ക് ഇത് തരുന്നുണ്ട്. 3 ടൈപ്പിലെ ഫോർകാസ്റ്റ് തരുന്നുണ്ട്. സീസണൽ റേഞ്ച് 3 മാസത്തെ, എക്സ്റ്റെൻഡഡ് റേഞ്ച് 3 ആഴ്ചത്തെ, ഷോർട്ട് ടു മീഡിയം റേഞ്ച് 1 ദിവസം ടു 5 ദിവസം അതിൻ്റെത്, പിന്നെ നൗകാസ്റ്റ് 3 to 6 hours. ഓക്കെ, പക്ഷേ ഇതിന്റെ ക്രൈറ്റീരിയ IMD വേണം ഇത് ഡിക്ലെയർ ചെയ്യാൻ. അപ്പം ദാറ്റ് ഈസ് ഹീറ്റ് വേവ് ആണെന്ന് അതിന്റെ ക്രൈറ്റീരിയ 40 degrees and above in the plains, 37 degrees coastal areas. അതും നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ 2 സബ്സ്റ്റേഷൻസ് ഇത് 2 days കൺസിക്യൂട്ടീവ് ആയിട്ട് വന്നു എന്ന് അവർ ഡിക്ലെയർ ചെയ്താലേ നമുക്കത് ഒഫീഷ്യലായിട്ട് ഒരു ഹീറ്റ് വേവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ 40 വരെ നിൽക്കേണ്ട വരത്തില്ല. ബിക്കോസ് ഈ 37 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഹ്യൂമിഡിറ്റി കാരണം ഇറ്റ് ഫീൽസ് ലൈക്ക് 40 എന്നുള്ള ആ ഒരു ഇത് വരുന്നുണ്ട്. സോ കേരളം ഹ്യൂമിഡിറ്റി ഇൻഡെക്സോട് ചേർത്തിട്ടാണ് നമ്മുടെ ഹീറ്റ് ഇൻഡെക്സ് പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ തന്നെ കേരളം ഹാസ് ഓൾസോ ആഡഡ് വൺ മോർ തിങ്, അൾട്രാ വയലറ്റ് റേസിന്റെ ഇൻഡെക്സ്. സോ ഈ ഇതിന്റെ കാര്യത്തിൽ നോക്കിയാൽ കേരള ഹാസ് ബീൻ ഒത്തിരി പ്രൊആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവൽ സിറ്റുവേഷൻ എന്തുവാണെന്ന് പഠിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. സോ അവരുടെ കേരള ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പൊ അതിൽ <29 നോ ഡിസ്കംഫർട്ട്, 30 തൊട്ട് 40 വരെ ചെറിയ ഡിസ്കംഫർട്ട്, അപ്പൊ ഒരു അലേർട്ട് ഒരു സിറ്റുവേഷനിലിരിക്കുവാണ്. 40 to 45 ഹീറ്റ് ബേൺസോ അതൊക്കെ വരാൻ സാഹചര്യമുള്ള ഒരു ഇതാണ്, ഗ്രേറ്റ് ഡിസ്കംഫർട്ട് ഉള്ള സാഹചര്യമാണ്. 45 to 54 അപകടകരമായിട്ടുള്ളത്, above 54 ഹീറ്റ് സ്ട്രോക്ക്. അപ്പം ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. അതിനനുസരിച്ച് അവർ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ അലേർട്ടിന്റെ കളർ കോഡിങ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർ IMDന്ന് എപ്പോൾ ഈ ഇത് വരുന്നുണ്ടോ, ഫോർകാസ്റ്റ് വരുന്നുണ്ടോ, അതിനനുസരിച്ച് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ നമ്മുടെ ഡിസ്ട്രിക്ട്സിനെ അറിയിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട്സ് പിന്നെ അത് ഡിസെമിനേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആക്ഷൻ ഇസ് ടേക്കൺ. അതാണ് അതിൻ്റെ ഒരു ഫ്ലോ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്.
ഓക്കെ, സ്റ്റേറ്റ് ഇതിന് എന്തുവാണ് റെസ്പോൺസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അത് നമ്മുടെ ബാക്കി ഫ്ലഡ്സിന് പറ്റുന്ന റൂൾസ് അനുസരിച്ചൊക്കെ തന്നെയാണ്. മരിക്കുവാണെങ്കിൽ 4 ലക്ഷം കൊടുക്കുന്നു. അല്ല പിന്നെ മിൽച്ച് ആനിമൽ മരിക്കുവാണെങ്കിൽ അത് 30,000 60,000 അങ്ങനെയൊക്കെ ആ സെയിം ഇതാണ്. ഒരു അഡീഷണൽ ഇത് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കണ്ണിന്റെ 40 to 60% കണ്ണിന് എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ 59,000ഉം അബവ് 60% കണ്ണിന് ഡാമേജ് വരുവാണെങ്കിൽ 2 lakhs കൊടുക്കുന്നു. ഇതല്ലാതെ തന്നെ റിലീഫ് നോംസ് ഉണ്ട് നമുക്ക്. അത് ഫ്ലഡിനൊക്കെയുള്ള അതേ റിലീഫ് നോംസ് ആണ് ഹീറ്റ് വേവിനും. ദാറ്റ് ഈസ് ഇവാക്യുവേഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, റിലീഫ് ക്യാമ്പ്സ് സെറ്റപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, ബേസിക് നെസസിറ്റീസ് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇതെല്ലാം ആ 10% നിൽക്കണം. തന്നെയല്ല, നമ്മുടെ കേരളത്തിന്റെ ഗൈഡ് ലൈൻസിൽ ഡിഫറെന്റ് വർക്ക് പ്ലേസ് സിനാരിയോസും കൊടുത്തിട്ടുണ്ട്. MNREG ആൾക്കാർക്കാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൈഗ്രൻ്റ് ആൾക്കാർക്ക് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ പല ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഈ മോണിറ്ററിങ് അല്ലെങ്കിൽ ഇത് ഒരു ഡെത്ത് നടന്നു കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് ആണ്. ഓൾദോ വി സേ പ്രിപ്പറേറ്ററി ആക്ഷൻ, വെള്ളത്തിനുള്ള കിയോസ്ക് വെക്കണം, ഷെയ്ഡ് വെക്കണം, നമുക്കത് ഓഡിറ്റ് ചെയ്ത് ദാറ്റ് ഇസ് വൾണറബിളി അസസ്മെന്റ് ചെയ്യാൻ ആരും പറയുന്നില്ല. ഇങ്ങനത്തെ ഏരിയസിലൊക്കെ വൾണറബിലിറ്റി അസസ്മെന്റ് ചെയ്യണം, എന്താ പ്ലാൻസ് എന്ന് നോക്കണം. MNREGയുടെ ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്നേ ഇല്ല. വാട്ട് ഇസ്, നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, സെയിങ് ദാറ്റ് 12 to 3 ഇവരെ പുറത്ത് വർക്ക് പാടില്ല, അവർ രാവിലെയോ വൈകിട്ടോ വേണമെന്ന്. പക്ഷെ ജസ്റ്റ് ലൈക്ക് വാട്ട് വി സേ ഫോർ ഫ്ലഡ് ദിസിങ് അസസ്മെന്റ് ആൻഡ് ഓൾ ദാറ്റ്, ഇതിനു വേണ്ടി അങ്ങനെ ഒരു വൾണറബിലിറ്റി അസസ്മെന്റ് നമ്മൾ ചെയ്തിട്ടുമില്ല, ചെയ്യാൻ നമ്മൾ അഡ്വൈസും ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് ഗൈഡ് ലൈൻസ് എടുത്തു നോക്കിയാലും മുക്കാലും ഹെൽത്ത് റിലേറ്റഡ് ആണ്. ORS വേണം, കൂളിംഗ് സ്റ്റേഷൻസ് വേണം, ഐസ് പാക്സ് വേണം, ആംബുലൻസ് വേണം. എങ്ങനെയാണ് ഒരാളും ഇത് അസുഖം വരുവാണെങ്കിൽ, ഹീറ്റ് സ്ട്രോക്ക് വല്ലതും വരുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ആൻഡ് ഡെത്ത് വരുവാണെങ്കിൽ ഓട്ടോപ്സി ചെയ്യണോ വേണ്ടയോ, ഓട്ടോപ്സി ചെയ്യാതെ തന്നെ ഇതെങ്ങനെയാണ് ഹീറ്റ് റിലേറ്റഡ് ഡെത്ത് എന്ന് നമ്മൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അധികം നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധ കൊടുക്കാത്ത ചില ഏരിയാസ് ഉണ്ട്. സ്പെഷ്യലി കേരളത്തിൽ ഇപ്പം സിറ്റി ഏരിയയിലൊക്കെ ഏർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ അതാണിപ്പം കൂടുതലും ഏരിയ ഇപ്പൊ അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റിന്റെ അടിയിൽ വരുന്നു. അതിന് കുറെ പ്രിപ്പറേറ്ററി വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, മിറ്റിഗേഷൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഫഹദ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ അടുത്ത ഈ ഹീറ്റ് വേവിന്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടേ, നിങ്ങൾ ഇങ്ങനത്തെ പ്രിപ്പയർഡ്നെസ്സിലും ആൻഡ് മിറ്റിഗേഷനിലും അത്ര ഹെൽത്തിന് നമ്മൾ കൊടുക്കുന്നതിന്റെ അത്രയും തന്നെ ഒരു ഫോക്കസ് കൊടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ലോക്കൽ ടെമ്പറേച്ചർ ത്രഷോൾഡ്സ്, ലൈക്ക് അർബൻ ഹീറ്റ് ഐലൻഡ് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ട് അവിടെ കൂടുവാണെങ്കിൽ ഇതാണ്, അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊരു സബ്സ്റ്റേഷന്റെ അടിയിലുള്ള റീജിയണൽ ഏരിയ, 2 സബ്സ്റ്റേഷൻസ്, സോ അങ്ങനത്തെ ഒരു ആംഗിളിലാണ് നമ്മൾ പോകുന്നത്. ബ്ലോക്ക് ലെവൽ പോലും നമ്മൾ വന്നിട്ടില്ല. സോ ബ്ലോക്ക് ലെവലാണ് നമ്മുടെ അടുത്ത എയിം. പക്ഷേ വി ഷുഡ് ഗോ ലോവർ ദാൻ ദാറ്റ്. പിന്നെ വൾണറബിലിറ്റി അസസ്മെന്റ് നമ്മൾ പറയുന്നുണ്ട്, ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് ആർ വൾണറബിൾ ടു ഇറ്റ് എന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മാപ്പിംഗ് ഓഫ് ദ വൾണറബിൾ ഏരിയാസ്, അവിടെ ഫ്ലഡിന് നമ്മൾ സൈക്ലോൺ ഷെൽട്ടർ ഉണ്ടോ ഇല്ലയോ അതൊക്കെ നോക്കുന്നതിന്റെ കൂട്ട് തന്നെ ഇതിനും നമ്മുടെ പ്രിപ്പയർഡ്നെസ് നമ്മൾ അസസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആസ് എൻ ഇവന്റ്, ബിക്കോസ് സ്റ്റഡീസ് കാണിക്കുന്നത് ഡ്രൗട്ട്, നമ്മൾ ഡ്രൗട്ട് എന്ന് അനൗൺസ് ചെയ്തില്ലെങ്കിലും ഡ്രൗട്ട് ലൈക്ക് സിറ്റുവേഷൻസ് കൂടെ വരുന്ന സമയമാണ് ഈ ഹീറ്റ് വേവും വരുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം അവർ പറയുന്നത് ദർ ഇസ് മോർ ദൻ 33% ചാൻസ് ഓഫ് ഡ്രൗട്ട് ലൈക്ക് സിറ്റുവേഷൻ ബീങ്, ഈ ഹീറ്റ് വേവും അതും ഒരുമിച്ച് വരുന്ന സമയം. അപ്പം നമ്മൾ അഗ്രികൾച്ചറിന്റെ എഫക്റ്റ്, നമ്മൾ ബാക്കി കാര്യങ്ങളുടെ എഫക്റ്റ് ഒന്നും നമ്മൾ ഇതിൽ സ്റ്റഡി ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഐവറി ടവർ സിൻഡ്രോം വെച്ച് നമുക്ക് ഇതിനെ നോക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ ഹോട്ട് ഡ്രൈ ഇവന്റ്സ് വൺസ് ഇൻ 10 years, 7 to 10 years ഇനി വരും എന്നാണ് പ്രഡിക്ഷൻ. ദാറ്റ് ഇസ് ഡ്രൗട്ട് പ്ലസ് ഹീറ്റ് വേവ്സ്.
അപ്പം കേരള ഹാസ് ഓൾവേസ് ബീൻ ഇൻ ദ ഫോർ ഫ്രണ്ട്. അപ്പൊ ഫഹദ് നമ്മൾ ഈ ഹീറ്റ് വേവ്സിന്റെ ഇത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. കേരളത്തില് ഈ ഡ്രൗട്ട് ലൈക്ക് സിറ്റുവേഷനൂടെ വന്നിട്ടുണ്ടോ, എത്ര പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുള്ളത്, ഇത് രണ്ടും കൂടെ നോക്കി നമ്മൾ പ്രിപ്പയർഡ്നെസ് കുറച്ചുകൂടെ ഒന്ന് ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നോക്കുന്നതായിരിക്കും നല്ലത്, ഇൻക്ലൂഡിങ് ക്രോപ്പ് ചേഞ്ചസ്, തിങ്സ് ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് വൺ പ്ലീസ്. സോ ഒരു എല്ലാവർക്കും പറയുന്നതിനെക്കൊണ്ട് പ്രിപ്പയർഡ്നെസ് ആൻഡ് മിറ്റിഗേഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നമ്മൾ അഗൈൻ ഇവന്റ് മാനേജ്മെന്റ് ആണ് ചെയ്തേക്കുന്നത്, റെസ്പോൺസ് ടു ദാറ്റ് ഇവന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രിപ്പയർഡ്നെസ് ആൻഡ് മിറ്റിഗേഷനിൽ ഒരു മൾട്ടി സെക്ടറൽ അഗ്രികൾച്ചർ എവറിത്തിങ് ടുഗദർ. ആരാണ് എഫക്റ്റഡ്? ഹലോ, ഒരു 1 minute if you can finish last one. പിന്നെ അഫക്റ്റഡ് പീപ്പിൾ ആരാണ് ഇതിൽ? അതിലും നമ്മൾ വൾണറബിൾ പീപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ അത് അണ്ടർ ദ റഗ് നമ്മൾ സ്വീപ്പ് ചെയ്യുവാണ്. പക്ഷെ ആക്ച്വലി ഇതിൽ ഒരു ഹീറ്റ് വേവ് വരുന്നുണ്ട്, എഫക്റ്റഡ് ആരാണ്, ദാറ്റ് ഈസ് മച്ച് മോർ ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഔട്ട്, ബിക്കോസ് അതിൽ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണത്തില്ല. പിന്നെ നീഡ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ടു ബി വർക്കിംഗ് ടുഗദർ, ഷെയറിംഗ് ഓഫ് ഡേറ്റ. ഈ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഇല്ലാത്തത് എല്ലാ സ്പീക്കേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഈ കോമൺ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഇല്ലാത്തത് ഒരു മേജർ പ്രോബ്ലം ആയിട്ട് തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്, വിച്ച് ഇസ് ഐ തിങ്ക് ഇസ് ദ ലാസ്റ്റ് സ്ലൈഡ്. സോ സ്റ്റെപ്സ് അഹെഡ്. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സിൽജ എന്നുമ്പോ പറഞ്ഞതിന്റെ കൂട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് കേരള ഹാസ് ബീൻ വൺ ഓഫ് ദ ലീഡേഴ്സ്. ഹൗവർ സൈലന്റ് ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ അത്രയും അറ്റൻഷൻ കൊടുത്തിട്ടില്ല. ലെറ്റ് us continue to demonstrate ground breaking work. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ്, ലേണിംഗ് ആൻഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് വഴി ലെറ്റ് us work together for a better Kerala. Thank you, Sriram. Thank you, Sphere India, for this opportunity. താങ്ക് യു ആനി മാഡം. കുറച്ച് ഓവർഷൂട്ടായി, എന്നാലും ഓക്കെ. സോറി ടു കട്ട് യു ഓഫ്, ബട്ട് ദെൻ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. സോ പോളിസി ഫോർമുലേഷനിലും നയരൂപീകരണ പ്രശ്നങ്ങളിലും സംസ്ഥാന തലത്തിലും അതിലെ പോളിസിയുടെ പാളിച്ചകളും അതിനെ ഉഷ്ണതരംഗത്തിൻ്റെ പ്രതിരോധത്തിന് എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും പ്രതിപാദിച്ചതിൽ നന്ദി. അത് വളരെ പ്രായോഗികമായിരുന്നു. മാഡം പറഞ്ഞ പോലെ ഹോളിസ്റ്റിക് ആയിട്ടും കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കൂടുതൽ പ്ലാനുകൾ കേരളത്തിനെ മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമുക്ക് ഇതുവരെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഓൾറെഡി ഒരു ഓവർഷൂട്ടാണ് ടൈം. മേ ബി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൈ ഉയർത്തി ചോദിക്കാവുന്നതാണ്. ദ ഫ്ലോർ ഇസ് ഓപ്പൺ. ആർക്കെങ്കിലും സംശയങ്ങൾ പാനലിസ്റ്റുകളോട് സ്പെസിഫിക്കലി ഉണ്ട്, അല്ലെങ്കിൽ ജനറിക് ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റോഷ്നി, ഡു യു വാണ്ട് ടു നേരിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ദി ക്വസ്റ്റ്യൻ ഇസ് ഓൾറെഡി ദർ. How other department sectors in Kerala are integrating heat mitigation? I feel school modernization projects overlooked heat stress. ഫഹദ്, ഇതിന് റെസ്പോണ്ട് ചെയ്യാമോ? അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം. ഇസ് ഇറ്റ് സ്പെസിഫിക് ടു സംബഡി? അല്ലെങ്കിൽ ഫഹദ് ഡിപ്പാർട്ട്മെന്റുകളുടെ? ഞാൻ പറയാം. അത് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സ്പെസിഫിക്കലി ഈ ക്വസ്റ്റ്യനോട് പറയുമ്പോൾ നമ്മൾ ആ സെൻസിറ്റൈസേഷൻ ഉണ്ടാക്കി വരികയാണ്. നമ്മുടെ ബിൽറ്റ് എൻവിറോൺമെന്റിൽ വരേണ്ട മാറ്റങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻ ജനറൽ പബ്ലിക് കെട്ടിടങ്ങളിലെല്ലാം ഈ ഒരു കാര്യം വരണമെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഇതിൽ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, ഈ വർഷം നമ്മളൊരു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബിൽഡേഴ്സിനെയും അതുമായി ബന്ധപ്പെടുന്ന വകുപ്പുകളുടെയും മാത്രമായ ഒരു പിന്നെ വർക്ക്ഷോപ്പ് നടത്തുകയും എന്നിട്ട് നമുക്കൊരു ഗൈഡ് ലൈനിലേക്ക് പോകണം, എങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം എന്നുള്ള കാര്യത്തിൽ. നമ്മൾ ഈ ബിൽഡ് കാര്യങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ചേർന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ എനർജി ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലല്ല ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്രൈസിസ് നമുക്കുണ്ട്. അപ്പോൾ ആ സെൻസിറ്റൈസേഷൻ പ്രോസസ്സിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ അനിമ പറഞ്ഞ കാര്യത്തിൽ ചിലതായിട്ട് റെസ്പോണ്ട് ചെയ്താൽ, ഹീറ്റിന്റെ കേസിൽ മറ്റ് ഡിസാസ്റ്ററിന്റെ കേസിൽ മാം പറഞ്ഞത് കറക്റ്റാണ്. നമ്മളെപ്പോഴും നമ്മുടെ മേജർ ഒരു പ്രശ്നം, നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ എടുത്താൽ തന്നെയുള്ള ഒരു പ്രശ്നം, ഈവൻ കേരളത്തിലും ആ പ്രശ്നമുണ്ട്. നമ്മൾ റെസ്പോൺസിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നതാണെങ്കിൽ, ഹീറ്റിന്റെ കേസിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നമുക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് അല്ല ഹീറ്റിന്റെ മേജർ സംഗതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീറ്റ് കുറച്ചുകൂടി നമ്മൾ പ്രിപ്പയർനെസ്സിലും മിറ്റിഗേഷനിലും തന്നെ ഫോക്കസ് ചെയ്തുള്ള വർക്കാണ് നമ്മൾ പൊതുവെ നടക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷം, ഞാൻ എൻ്റെ സ്ലൈഡ് പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. ആ സ്ലൈഡിൽ ആ കാര്യങ്ങളുണ്ട്. നമ്മുടെ പുതിയ ആക്ഷൻ പ്ലാന്റെ അകത്ത് ഹോളിസ്റ്റിക് ആയിട്ട് ഒരു അപ്രോച്ച് തന്നെയാണ് ഉള്ളത്.
നമ്മൾ ഈവൻ ടച്ചിങ് ദ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇനി സ്റ്റേറ്റ് ഈസ് ടച്ചിങ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹീറ്റ്. ആൻഡ് വിജീഷേട്ടൻ പറഞ്ഞപ്പോൾ സംസാരിക്കുന്നു, പിന്നെ പറഞ്ഞ് നമ്മൾ ട്രഡീഷണലി നമ്മൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറെ വൾണറബിൾ ഗ്രൂപ്പുകളെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ അതിലല്ല നിൽക്കുന്നത്. നമുക്ക് പുതിയ തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടെ ഇപ്പൊ നമ്മളിപ്പോൾ ഈ വർഷം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഗിഗ് വർക്കേഴ്സ്, പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, നമ്മുടെ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആളുകൾ. അവരുടെ മേജർ ഒരു ടൈപ്പ് ഇതാണ് പിന്നെ ഈ ചൂട് കൂടിയ സമയം ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, അവർ അനുഭവിക്കുന്ന പ്രശ്നം. അതുപോലെ ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, വീട്ടിലാവട്ടെ പുറത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ആവട്ടെ, ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ അവർ കൂടുതൽ ടൈം ഹീറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. കൂടാതെ അതിന്റെ കൂടെയാണ് ഈ അഡീഷണൽ ഹീറ്റ് പ്രശ്നം വരുന്നത്. പിന്നെ കിടപ്പ് രോഗികൾ, അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്ന കുറെ വിഭാഗമുണ്ട്. അപ്പൊ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ സ്റ്റിൽ ഇതിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ആളുകളെ സെൻസിറ്റൈസ് ചെയ്യണം, സിസ്റ്റം അതിനനുസരിച്ച് ഇതാക്കണം. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമ്മളെ ബിൽറ്റ് എൻവിറോൺമെന്റിൽ നമ്മൾ വളരെയധികം സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മൾ അതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകളോട് നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് കൂടെ ഇപ്പൊ ഹീറ്റിന്റെ കേസിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമായി പലപ്പോഴും വർക്ക് ചെയ്യും. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഈസി സൊല്യൂഷൻസിലേക്ക് പോകും. ചൂട് കൂടുന്നു നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും AC വാങ്ങി വെക്കും. മറിച്ച് അതല്ലാതെ ഇതിന് മറ്റു പല സൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ മാച്ചിങ്. ഇപ്പോൾ ഗ്ലോബലി ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നടത്തുന്ന അതേ പ്രോസസ്സ് ഇവിടെ നടക്കണമെന്നില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. നമ്മൾ കൂളേഴ്സ് ആണ് എല്ലായിടത്തും വെക്കുക. നമ്മളൊരു ഓപ്പൺ പ്രോഗ്രാമിലൊക്കെ നമ്മുടെ ഹ്യൂമിഡിറ്റി ആണ് നമ്മുടെ പ്രോബ്ലം. കൂളേഴ്സ് ആർ നോട്ട് കറക്റ്റ് ഇൻ കേരള. അപ്പൊ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടി ആളുകളെ പഠിപ്പിക്കണം. അപ്പൊ ആ സൊല്യൂഷൻസ് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ മാച്ചിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൂടി ആളുകളെ ബോധ്യപ്പെടുത്താനും അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള ഒരു വളരെയധികം എന്താ പറയാ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ശ്രീറാം, അതിലൊരു ഒറ്റ കാര്യം ആഡ് ചെയ്തിട്ട് കേൾക്കാം. ഞാൻ ഫഹദ് പറഞ്ഞതിനോട് നമ്മൾ ഒരുപക്ഷെ വിട്ടുപോയതായിരിക്കും. ഈ ഒരു സീസണിൽ ഉണ്ടാകുന്ന ഒരു എംപ്ലോയ്മെന്റ് ലോസ് ഉണ്ട്. ഈ ഒരു ജോബ് ലോസ് എന്ന് പറയുന്ന ഒരു സാധനം നടക്കുക. അതിന്റെ ഒരു ഡാറ്റ എത്രത്തോളം ഉണ്ടോ ഫഹദ്? നമ്മുടെ കയ്യിലുണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങള്? ജോബ് ലോസ് ആണോ? ജോബ് ലോസ് ഇല്ല. ജോബ് ലോസിന്റെ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. ഇപ്പം ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട്. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന്റെ എൻഫോഴ്സ്മെന്റിന്റെ ഒരു അഭാവം അതിലുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇപ്പൊ എൻഫോഴ്സ്മെന്റിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ പോലും അത് അങ്ങനെ മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല സംവിധാനം. എത്രത്തോളം ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റിലൂടെ നമ്മൾ ക്രമീകരിക്കുന്നതിലുപരിയായിട്ട് കുറച്ചും കൂടി എന്താ പറയാ സേഫ്റ്റി എൻവയറൺമെന്റ് ഒരുക്കുക എന്നുള്ളതിനാണ്. ജോലി മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് വർക്കേഴ്സിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം പലത് സെക്ടേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഞാനിവിടെ ഞാൻ ജോലി ചെയ്യുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പൊ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് കേരളത്തിൽ വേസ്റ്റ് കളക്ഷന്റെ വലിയൊരു നമ്പർ ഓഫ് ആളുകൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സംവിധാനമാണ്. ഈ ഒരു സംവിധാനത്തിന്റെ ആളുകളുടെ വർക്ക് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ മുതൽ 1 മണി വരെയാണ് അവർ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ ഒരു എൻഫോഴ്സ്മെന്റ് വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഈ ഒരു സംവിധാനത്തെ, പ്രത്യേകിച്ച് വേസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ആ സെഗ്രിഗേഷന്റെ മുന്നേ ആയിട്ട് നടക്കേണ്ട കളക്ഷൻ ഒരു കൃത്യമായ സമയമുണ്ട്. ആ സമയത്ത് അത് കളക്ട് ചെയ്യപ്പെടണം. അപ്പൊ അവിടെ എൻഫോഴ്സ്മെന്റിൽ ഉപരിയായിട്ട് അവർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതിന് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഈ ഒരു വർക്ക്ഫോഴ്സിന് ലഭ്യമാക്കുക എന്നുള്ള റോൾ അവിടെ വരുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും. പിന്നെ മറ്റൊരു വിഷയം എനിക്കൊന്ന് വേറൊരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഓരോ ഡിസാസ്റ്ററുമായി ബന്ധപ്പെടുമ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതിലെ ഒരു എന്താ പറയുക മാനസിക ആരോഗ്യത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. കേരളത്തിലെ പ്രത്യേകിച്ച് ആളുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോപ്പപ്പ് കപ്പാസിറ്റി, എൻവയറൺമെന്റ് കപ്പാസിറ്റി സാധ്യമല്ലാത്ത ആളുകൾ ഈ ഒരു സമയത്തുള്ള അവരുടെ കുടുംബങ്ങളുടെ അവരുടെ ഫാമിലിയിലും ഒക്കെ തന്നെ മാനസിക ആരോഗ്യത്തെ ഈ ഒരു വിഷയം ബാധിക്കുന്നതിനെ പറ്റിയൊക്കെ തന്നെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടാവാം. മേ ബി നമുക്ക് മറ്റൊരു ടോപ്പിക് ആയിരിക്കാം. ഈ 2 കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് എന്നുള്ളതല്ല അതിലുപരിയായിട്ട് സുരക്ഷിതമായ വർക്ക് എൻവയറൺമെന്റ് കൊടുക്കുക എന്നുള്ള റോൾ കൂടി നമുക്കുണ്ട്. താങ്ക് യു. നമുക്ക് സമയപരിധിയൊക്കെ ഞാൻ പറയുകയാണ്.
ഇപ്പോൾ ഫഹദ് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് 12 മുതൽ 3 വരെ വിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം പുനഃക്രമീകരിച്ചു. സോ ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ്. നമുക്ക് 2 ക്വസ്റ്റ്യൻ ആഗ്നസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഹൗ ക്യാൻ ഐ ജോയിൻ ടു കോൺട്രിബ്യൂട്ട് ടു ദി സ്റ്റേറ്റ്സ് ആക്ഷൻ ഓൺ ഡിസാസ്റ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് മൂവ്മെൻറ്റ്സ്? മേ ബി നമുക്ക് ആഗ്നസിൻ്റെ ചോദ്യം കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആഗ്നസ്. യെസ്, ഹായ്, ഞാൻ ആഗ്നസ്, ഞാൻ സസ്തര ഫൗണ്ടേഷനിൽ നിന്നാണ്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റഷ് ഇൻ ദിസ് ടോപ്പിക്, മീറ്റിംഗ് ടൈം പോകുന്നു, അത് ഐ തിങ്ക് നമ്മൾ ഇത്രയും ചെറിയൊരു സമയത്ത് ഇത്ര റഷായിട്ട് എടുക്കേണ്ട ഒരു ടോപ്പിക് അല്ല ഇതെന്നുള്ളതാണ്. സോ ഞാൻ ഇതിന്റെ ഒരു നെക്സ്റ്റ് സീരീസും കൂടെ എക്സ്പെക്ട് ചെയ്യുവാണ്. സോ അത് ഫസ്റ്റ്. സോ സെക്കൻഡ്ലി, ഫഹദ് നമ്മൾ ഒരുമിച്ചൊരു മൂടാടി ഗ്രാമപഞ്ചായത്തിലെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ആ പഞ്ചായത്ത് മുന്നോട്ട് വരികയും നമ്മൾ അതിന്റെ ഒരു സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്കുകൾ ഇനിഷ്യേറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാല്, ഒന്ന് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ ഇത്തരത്തിലുള്ള ആക്ഷൻ പ്ലാനുകൾക്ക് പഞ്ചായത്തുകൾ റെഡി ആണെങ്കിൽ കൂടി നമുക്കത് NGOകൾക്ക് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, ലൈക്ക് ഇൻ ടേംസ് ഓഫ് റിസോഴ്സ് ആൻഡ് മണി, അത് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റിയതേ ഇല്ല. അപ്പൊ നമ്മള് CSR ആണെങ്കിൽ പോലും നമുക്കത് പിച്ച് ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പൊ പോലും ഇതൊരു നാഷണൽ ഡിസാസ്റ്ററിന്റെ ഒരു പരിധി പോലും വരാത്ത ഒരു കാര്യം കൂടി ആവുമ്പോൾ അവർക്ക് അങ്ങനെ നമുക്കൊരു സപ്പോർട്ട് കണ്ടെത്താനേ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. സോ പക്ഷെ നമ്മൾ ചെയ്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതി വെച്ച് 1-2 ഇന്ററാക്ഷൻസ് ചെയ്തു. പിന്നെ ഒരു ലേണിംഗ് പർപ്പസ് എന്നുള്ള രീതി അത് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ വോളണ്ടിയർലി ചെയ്തതാണ്. പിന്നെ കുറച്ച് ഫാനുകൾ, അങ്ങനെയുള്ള കുറച്ച് സൊല്യൂഷനുകൾ കൊടുത്തു. ശ്രീറാം, ലൈക്ക് ഞാൻ സമയം ഇത്തിരി എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ ഞാൻ പറഞ്ഞ ഇത് ഈ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാനിനെ കുറിച്ച് സംസ്ഥാന തലത്തിൽ നമ്മൾ പലതും പറയുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം NGOകൾക്ക് ഇല്ല. സോ നമ്മൾ ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാക്കി, നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. ഈ വിഷയത്തിന്റെ കോംപ്ലക്സിറ്റി നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അതൊരു കാര്യം. ലൈക്ക് NGOയുടെ റോൾ എന്താണെന്ന് ഒരു ഡിസ്കഷൻ ഇവിടെ നടന്നുകൊണ്ടാണ് ഞാനിത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഈ മേഖലയിൽ കേരളത്തിൽ തന്നെ ഈ ടോപ്പിക് എടുത്ത് വർക്ക് ചെയ്ത ഒരേ ഒരു ഓർഗനൈസേഷൻ സുസ്ഥിരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് ലൈക്ക് എനിക്ക് ഇത്തിരി സമയം വേണമെന്ന് പറഞ്ഞത്. സോ പിന്നെ രണ്ടാമത്തെ കാര്യം, നാഷണൽ ലെവലിലുള്ള ഒബ്സർവേഷനുകളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാഷണൽ ഈ സദേൺ സ്റ്റേറ്റുകളോട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഹീറ്റ് വേവ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം എന്താണ്, ഈ സദേൺ സ്റ്റേറ്റുകൾക്ക് നമുക്ക് ധാരാളം പുഴകളുണ്ട്, ഗ്രീനറി ഉണ്ട്, വെസ്റ്റേൺ ഘാട്ടും ഈസ്റ്റേൺ ഘാട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രാജസ്ഥാനിലോ അതേപോലെയുള്ള സെൻട്രൽ സ്റ്റേറ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹീറ്റിന്റെ കോണ്ടെക്സ്റ്റ് അല്ല നമുക്കുള്ളത്. നമ്മുടെ ഇപ്പൊ റേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ആ ഒരു ഇമ്പോർട്ടൻസും കൂടെ പോളിസി ലെവലിൽ കൊണ്ടുവന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ എവറി ഡേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ തന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക്, പ്രീ മെൻസ്ട്രലിലുള്ളവർക്ക്, പോസ്റ്റ് മെൻസ്ട്രേഷനുള്ളവർക്ക്, ഫീഡിങ് ആയി ചെയ്യുന്ന അമ്മമാർക്ക് അടക്കം അത്ര പോലും മൈക്രോ ലെവലിലെ ആളുകളുടെ ഇത് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സിനാരിയോ എന്നുള്ള രീതിയിൽ ഇതിനെ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സോർട്ട് ചെയ്യാം എന്നുള്ള ഒരു മനോഭാവത്തെക്കാൾ കൂടുതൽ ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ കേരളത്തിൽ നിന്ന് ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിന്യൂസ്ലി ഇതേപോലത്തെ പ്ലാറ്റ്ഫോമുകൾ കുറച്ചും കൂടെ സമയമെടുത്ത് ആളുകൾക്ക് ഇന്ററാക്ട് ചെയ്യാനും കുറച്ചും കൂടെ ഔട്ട്റീച്ചോട് കൂടി കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്ന രീതിയിലുള്ള ഒരു എന്താണ് ഈ തരത്തിലുള്ള ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഉള്ള മീറ്റിങ്ങുകളും ഡിസ്കഷനുകളും ഈ തലത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കൂടുതൽ ചെയ്യണമെന്നും കൂടെ ലൈക്ക് ഏതാണ് ഓർഗനൈസേഷൻസ് ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസാസ്റ്റർ KSDMയുടെ ഭാഗത്തായിട്ടാണെങ്കിലും വേണമെന്നും കൂടെയാണ്. പിന്നെ സുസ്ഥിരമുള്ള ഓർഗനൈസേഷൻസ് ഇത് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ വി നീഡ് റിസോഴ്സസ് ലൈക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പൊ അത് ടാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ വി കുഡ് വർക്ക് ടുഗെദർ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഓൺ ഗ്രൗണ്ട് അത് നടക്കണമെങ്കിലുള്ള ഫ്യൂവൽ കൂടി നമുക്ക് ചെയ്യുന്നതിനുള്ളത് ലൈക്ക് ഫോഴ്സ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഓക്കെ, താങ്ക് യു. മാഗ്നസ്, മേബി ആനി മാഡവും വിജയശേഖരനും ഫഹദിനും അതിന് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നു. മേ ബി അതിൻ്റെ കൂടെ തന്നെ ചാറ്റ് ബോക്സിൽ വന്ന ആ ക്വസ്റ്റ്യൻ കൂടി, എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഹു ഹാവ് സ്റ്റഡീഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെ ഇതിൽ പങ്കാളികളാവാം എന്നും കൂടി ഈ ചോദ്യത്തിന് മറുപടിയായി പറയാമെങ്കിൽ നന്നാവും. അല്ല, വോളണ്ടറി ആക്ടിന്റെ കാര്യത്തില് നമ്മൾ ചർച്ചയിൽ തുടക്കം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ NGOസിന്റെ ഫണ്ട് സംബന്ധമായിട്ടുള്ള കൺസ്ട്രെയിൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇതില് അതാണ് ഞാൻ പറഞ്ഞത്, അതില് ഈ ഡോണേഴ്സിനെ കണ്ടെത്തുന്നതിൽ നാഷണൽ ലെവൽ പാർട്ട്ണർ ചെയ്യുന്നതിൽ എനേബിൾ ചെയ്യുവാൻ ഈ KSDMA ആണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടി NGOസിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ എല്ലാ വർഷവും ഇത് ഒരു ഫണ്ടിങ് സോഴ്സ് ഇല്ലാതെ നമുക്കിത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല NGOസിനെ സംബന്ധിച്ച്. അതില് ലൈക്ക് ഇന്റർനാഷണൽ ഡോണേഴ്സിനെയും മറ്റോ കണ്ടെത്തുന്നതിൽ ഒരു മേ ബി നമുക്ക് ചെയ്യാം. നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൺക്ലേവുകളും മറ്റും എല്ലാം ചെയ്യുമ്പോൾ സെക്ടറൽ NGOസിനെയും ഓരോ സെക്ടറൽ ഡിസാസ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള ഇന്റർനാഷണൽ ഡോണേഴ്സിനെ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ കേരളത്തിന്റെ കുറച്ചുകൂടി നമുക്ക് ഒന്ന് നമ്മളെ ഡാറ്റ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ആഗ്നസ് ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളുടെ NGOസിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഡാറ്റയും ഇവിടെ പിന്നെ ഇതിന്റെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സംവിധാനങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. ഇതിനെയെല്ലാം ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഡോണേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. എനിക്കൊന്ന് ആനി മാം ആണ് അതിന് കുറച്ചുകൂടി, മാം ഒന്നത് കമന്റ് ചെയ്യാം. മാം മ്യൂട്ടാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഫഹദ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മുടെ എന്താ സന്നദ്ധ സേന, അത് ഫ്ലഡ്സിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടൊരു വേൾഡ് ക്ലാസ് മോഡലായിട്ട് മാറിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അതിൽ തന്നെ ഇപ്പം ആ കുട്ടി ചോദിച്ചതിൻ്റെ കൂട്ട്, ആസ് എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റുഡൻറ് ഹൗ കൻ ഐ കോൺട്രിബ്യൂട്ട് എന്നുള്ളത് ചോദിച്ചതിൻ്റെ കൂട്ട്, ഈ സന്നദ്ധ സേന ഫോർ can we look at converting that as a awareness creation platform? അപ്പം ഓരോ ഏരിയയില് റീജിയണൽ ആയിട്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പോയി ആ ഏരിയയിലെ സ്കൂൾസിൽ ഈ കാര്യങ്ങൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും, നമ്മൾ മോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ട് അവരെ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് കൊടുക്കുവാണെങ്കിൽ ഈ സന്നദ്ധ സേന വോളണ്ടിയേഴ്സിനെ നമുക്കിങ്ങനെ ഒരു വേവ് ഓഫ് അവയർനെസ് ക്രിയേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് വൺ ആസ്പെക്ട്. പിന്നെ ഈ ഡോണേഴ്സ് കാര്യം, ഇപ്പൊ ഐ തിങ്ക് വി സ്റ്റാർട്ടഡ് സേയിങ് ക്ലൈമറ്റ് ഇതിന്ന് US has pulled out. ഇനിയും ഡോണേഴ്സിന്റെ കാര്യം വളരെ വളരെ സംശയമാണ്. സോ ദ ബെസ്റ്റ് ദാറ്റ് വി കൻ ഡു ഇസ് ലുക്ക് ഫോർ ലോക്കൽ. ഇന്ത്യ അത്ര ഇമ്പാക്ട് ചെയ്യുന്നില്ല എക്സെപ്റ്റ് ഫോർ പീപ്പിൾ ലൈക്ക് Agnes, me, and Adrad, Siljo, consultants whose funds come from UNICEF or UN-based this thing. But India, thankfully, will not be that impacted. So, നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഇപ്പം KSDMA ഒരു കോൺക്ലേവ് വിളിക്കുവാണെന്ന് വെച്ചോളൂ, ഓഫ് donors, both local as well as national level donors. ഒരു ഫോൺ കോളില് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വയനാട്ടില് ഒപ്പിക്കാൻ പറ്റിയ KSDMA can definitely look at having a conclave for such emerging concerns and disasters, which till now has not had any thing. So I think now it's slightly too late, but it is still not too late. We can still think of a national level platform. ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് അവരുടെ ലേണിംഗ്സും ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ലുക്ക് അറ്റ് ഹൗ വി കൻ ഷെയർ റിസോഴ്സസ് ആസ് വെൽ. അതില് പിന്നെ നിലവില് ഇതുവരെയുള്ള കാര്യം പറയുവാണെങ്കിൽ നമ്മൾ എല്ലാവരെയും ഇതിനോട് സഹകരിപ്പിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ ഇപ്പൊ ആഗ്നസ് പറഞ്ഞു, ആഗ്നസ് ആക്ച്വലി അവരുടെ ചേർന്നാണ് KSDMA ആണ് ഹീറ്റിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ സഹകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫൈനാൻഷ്യൽ നേരത്തെ നിങ്ങൾ അനിമാമും വിരിസറും പറഞ്ഞ പോലെ അതിൽ നമുക്കൊരു കൺസ്ട്രെയിൻ ഉണ്ട്. നേരത്തെ മാം അതിൽ ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചു. കാരണം നമുക്ക് 6-7 സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ഡീൽ ചെയ്യാനുണ്ട്. അത് എല്ലാം ഡീൽ ചെയ്യാൻ നമുക്ക് ഈ ഒരു 10% ഓഫ് SDRF ഉള്ളൂ. അപ്പോൾ ഫൈനാൻഷ്യലി, പക്ഷെ എന്നിട്ടും നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ തന്നെ 2023 SDMF ഒരു വിൻഡോ
സ്പെഷ്യലി ഫോർ ഇതിന്റെ പ്രൊജക്ടിന് വേണ്ടി ഉണ്ടാക്കണം, ലോക്കൽ പ്രൊജക്ടിന് വേണ്ടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും 2023 നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് വെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. പക്ഷെ പഞ്ചായത്തുകൾക്ക് ഇത് എങ്ങനെ പ്രൊജക്ടൈസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞു, നമ്മൾ ലോക്കൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന് സമാനമായ രീതിയിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പോവാണ്. എല്ലാ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ വരാൻ പോകുന്നു. അതിന്റെ ഗൈഡ് ലൈൻ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരേ ഒരു ബേസിലുള്ള ചോദ്യം. പരിശീലനങ്ങളും അത് അല്ല. അവർ തന്നെ ലോക്കലി തയ്യാറാണ്. ഫഹദ്, ഒരേ ഒരു ചോദ്യം ഇതില്. നമ്മള് ദി അതർ വൺ ഡ്രൗട്ട് മാനേജ്മെന്റ് നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആണ്, അതിൽ ഫണ്ട്സ് ഉണ്ട്. ഡ്രൗട്ടിന്റെ പല കാര്യങ്ങള് ഈ ഹീറ്റ് വേവില് നമുക്ക് മിറ്റിഗേഷൻ പർപ്പസസിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വൈ ഡോണ്ട് വി യൂസ് മിറ്റിഗേഷൻ ഫണ്ട് ഓഫ് ഡ്രൗട്ട് ഫോർ ദിസ്? എക്സാക്ട്ലി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ആക്ച്വലി ഇത് മാത്രമല്ല, ഡ്രൗട്ടിന്റെ മാത്രമല്ല, ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പല അതുമായി ബന്ധപ്പെട്ട് നാഷണലി ഉള്ള സെൻട്രൽ ഡ്രിവൺ ആയിട്ടുള്ള കുറെ ഫണ്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊക്കെ ഫണ്ടുകൾ നമുക്ക് ഈ പ്രൊജക്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണവും കൂടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സ്റ്റഡി നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ സെൻട്രൽ സ്കീമുകളാണ്, സ്റ്റേറ്റ് സ്കീമുകളാവട്ടെ, ഇതിൽ പല ഫണ്ടുകളും നമുക്ക് ഈ കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ മാത്രമല്ല, മീൻസ് അത് നമ്മുടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ആക്ഷൻ പ്ലാൻ വഴി പഞ്ചായത്തുകളിലേക്ക് നമ്മൾ ഈ ഒരു ഫണ്ടിങ് ചാനൽ കൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിന്റെ ഒരു ചാനൽ കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ അതിനോട് അവർക്ക് ആ പ്രൊജക്ട് എങ്ങനെ പ്രൊജക്ടൈസ് ചെയ്യണമെന്നും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഒരുപക്ഷെ പലർക്കും വന്ന് സഹകരിക്കാൻ പറ്റുമായിരിക്കും, പല NGOസിനും. അത് ഞാൻ നേരത്തെ സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ ഹീറ്റ് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിനെയും പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളുടെ പുതിയ ആക്ഷൻ പ്ലാനിൽ തന്നെ നമ്മളൊരു 10ഓളം സ്റ്റഡിയെങ്കിലും നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങളൊരു ഹസാർഡ് വൾനറബിലിറ്റി അസസ്മെന്റ് നടത്താൻ ശ്രമിച്ചപ്പോൾ ഡാറ്റയുടെ അപര്യാപ്തത ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തവണ എടുത്തൊരു അപ്രോച്ച് എന്താന്ന് വെച്ചാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ ഗ്രൂപ്പാണ് വൾനറബിൾ ഗ്രൂപ്പ് എന്നുള്ളത്. പക്ഷെ അതിന്റെ വൾനറബിലിറ്റി എങ്ങനെയാണ് പോപ്പുലേഷനോട് അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഇൻഡീസസിനോട് ആയിട്ട് എങ്ങനെയാണ് അതിന്റെ വൾനറബിലിറ്റി റിസ്ക് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഇനി യൂണിവേഴ്സിറ്റീസിനെ അല്ലെങ്കിൽ ഇതിന്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ചേർന്ന് പഠിക്കേണ്ടതാണ്. അപ്പൊ ആ റിസർച്ച് ഔട്ട്പുട്ട് അവിടെ ആവശ്യമുണ്ട്. അറ്റ് പ്രസന്റ് നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ സെക്ടറിലും ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന NGOക്കും അല്ലെങ്കിൽ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനും ആക്ച്വലി ഹീറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ സെക്ടറിനെ എങ്ങനെ റെസിലിയന്റ് ആക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ റെസിലിയൻസ് ബിൽഡിന് വേണ്ടിയിട്ട് ആ സെക്ടർ നിങ്ങളുടെ ഡൊമൈൻ ഏതാണോ ആ ഡൊമൈനിൽ തന്നെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ അതിന്റെ ഫണ്ടിങ് മെക്കാനിസം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫണ്ടിങ് മെക്കാനിസം നമ്മൾ ഏതൊക്കെ സ്കീമുകൾ സാധ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഒരു സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില NGOs തന്നെ നാഷണൽ ലെവലിൽ തന്നെ ചെയ്തിട്ട് മുന്നോട്ട് വന്നതുമുണ്ട്. അപ്പൊ അതും നമ്മൾ ഇവിടെ ഒന്ന് ആളുകളെ സെൻസിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചില NGOs നാഷണൽ ലെവലിൽ നടത്തിയ സെൻട്രൽ സ്കീമുകളിൽ ഏതൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാം കറക്റ്റ് സൂചിപ്പിച്ച പോലെ ഡ്രൗട്ട് മാനേജ്മെന്റിന്റെ ഫണ്ടുകൾ നമുക്ക് ഒരുപാട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഫണ്ട്സ്, വാട്ടർ സ്കേർസിറ്റിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ലോസുമായി ബന്ധപ്പെട്ടും കുറച്ച് അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ബാക്കി നമുക്ക് ഇതിൽ സ്പെസിഫിക് ഹീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ഫണ്ടിന്റെ കൺസ്ട്രെയിൻസ് നമുക്കുണ്ട് ഓഫ്കോഴ്സ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് എങ്ങനെ സോർട്ട് ചെയ്യുന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺക്ലേവിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അത് ഞാനിവിടെ എന്റെ ഹയർ ഒഫീഷ്യൽസുമായിട്ട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. ഈ സീസണിൽ നടക്കുന്നുണ്ടാവില്ല, സീസൺ കഴിഞ്ഞിട്ട് നമുക്കത്, കാരണം ഈ സീസണിൽ നമ്മൾ ഓൾറെഡി കുറച്ചധികം പരിപാടികൾ ഓൾറെഡി ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ഫഹദ്, താങ്ക് യു അനി മാഡം, വിജീഷേട്ടാ. സോ ബേസിക്കലി ഇനി നമുക്ക് ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷേ ആഗ്നസ് സൂചിപ്പിച്ച പോലെ മറ്റെല്ലാവർക്കും തോന്നുന്ന പോലെ ഇതൊരു ദീർഘമായ അവലോകനങ്ങൾക്കും ചർച്ചകൾക്കും വേദിയാവേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. മേ ബി KSDMAയോ അല്ലെങ്കിൽ മറ്റ് പല NGOസും CSOസും ഇതെല്ലാം ഏറ്റെടുക്കുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാത്രം കാണുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളെല്ലാവരും കൂടെ പ്രവർത്തിച്ച് ഇത്തവണത്തെ ഇത് അതിജീവിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ വർഷവും ചൂട് കൂടുകയാണ്. അപ്പോൾ ഉഷ്ണതരംഗത്തെ നമ്മൾ പ്രതിരോധിക്കാൻ ശക്തിപ്പെടുത്താനും ഉപകരിക്കുന്ന രീതിയിലുള്ള പോളിസി ഫ്രെയിംവർക്സും ഈ പറഞ്ഞ ചൂണ്ടിക്കാട്ടിയ പോളിസി ഫ്ലോസും എല്ലാം നമുക്ക് സിൽജോയ്ക്ക് എന്തോ പറയാനുണ്ട്. ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ സ്റ്റേറ്റ് ലെവൽ കോൺക്ലേവ് പറ്റി നമ്മൾ സംസാരിച്ചപ്പം ഒരു കാര്യം ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് 13th and 14th ജാനുവരിയിൽ നാഷണൽ ലെവലിൽ NDMA നടത്തുന്ന ഒരു ഹീറ്റ് വേവ് വർക്ക്ഷോപ്പ് ഉണ്ട്. സോ അതിൽ നമ്മുടെ KSDMA ശേഖർ സാറും അതിന്റെ ഭാഗമായിരിക്കുന്നു. സോ അവിടെ നിന്ന് നമുക്ക് കുറെ ലേണിംഗ്, സോ ദാറ്റ് ഈസ്
ഗുഡ് പ്ലാറ്റ്ഫോം. അവിടെ കുറെ ഇന്റർനാഷണൽ ഡോണേഴ്സ്, ആക്ടേഴ്സ്, UN ഏജൻസീസ്, ഞങ്ങളെ പോലത്തെ INGOs അവരൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ റീസെന്റ് ഞങ്ങൾ നടത്തിയ സ്റ്റഡി ഞാനിപ്പോ പ്രസന്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ സ്റ്റഡിയും ആ ദിവസം തന്നെയാണ് അത് റിലീസും ആവാൻ പോകുന്നത് അതിന്റെ ഇനോഗ്രൽ സെഷനിൽ. സോ മേ ബി അതിൽ നിന്നൊക്കെ നമുക്ക് കുറെ ലേണിംഗ്സ് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഫോർ ഫഹദ്, നമുക്ക് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് ആ സ്റ്റേറ്റ് ലെവലിലും അങ്ങനത്തെ ഒരു സിമിലർ കോൺക്ലേവ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ലേണിംഗ്സ് എടുക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു സിൽജോ. സോ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മറ്റു പല ഭാഗങ്ങളിൽ നടക്കുന്നതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസത്തോടെ എന്നിൽ നിഷ്പക്ഷമായിട്ടുള്ള ജോലി ഞാൻ വിഷ്ണുവിനേക്ക് കൈമാറുകയാണ്. സോറി, ഐ ഓവർ ഷൂട്ട് ദി ടൈം ബൈ 20 minutes. പക്ഷേ ഇതിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. വിഷ്ണു സ്ഫിയർ ഇന്ത്യയിൽ ഇനിയുള്ള ഇപ്പോൾ കോവിഡ് അക്കാഡമി പോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് വേവിൻ്റെയും മറ്റ് പഠന ശാഖകൾ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മറ്റ് ഇതേപോലത്തെ സെമിനാറുകളും വെബിനാറുകളും ഓർഗനൈസ് ചെയ്യാൻ KSDMAയും മറ്റ് ഓർഗനൈസേഷൻസും ശ്രമിക്കുമെന്ന് പ്രതീക്ഷയോടെ വിഷ്ണുവിന് കൈമാറുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ. എല്ലാവരോടും ഒറ്റ വാക്കിൽ പറയുന്ന സമയം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രസന്റേഷൻ നിർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചലഞ്ചാണ്. എല്ലാവരുടെയും 4 പേരിലാണെങ്കിലും വളരെ ടൈം പോകുന്ന അറിയുന്നില്ല. അതിനിടയ്ക്ക് ശ്രീയാസ് സാർ വന്നിട്ട് 1 minute 2 minute പറയുമ്പോൾ ഞാനും നോക്കുന്നത് കഴിയാറായല്ലേ. സോ ഇറ്റ്സ് വെരി ചലഞ്ച്, ഇറ്റ്സ് എ വെരി ബിഗ് ചലഞ്ച് ഫോർ യു ഓൾസോ. സോ എനിവേ 20 minute കഴിഞ്ഞു. സോ എല്ലാവർക്കും സ്ഫിയറിന്റെ പേരിലും KSDMയുടെ കൊളാബറേറ്റ് ചെയ്താണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. KSDMയുടെ പേരിലും ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്. ഫാദ് സാറിനോടും, ഫാദിക്കയോടും, ആനി മാമിനോടും, സിൽജോനോടും, വിജി സാറോടും, പിന്നെ ഇത് വളരെ നന്നായി തന്നെ മോഡറേറ്റ് ചെയ്ത ശ്രീറാം സാറിനോടും എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഇതൊരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്ക് എടുത്തതിനു ശേഷം മുന്നോട്ട് ഈ ഒരു ഹീറ്റ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പരമാവധി ഇമ്പാക്ട് കുറച്ചുകൊണ്ട് ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.